ക്ലാസ് വളരെ ഉഷാറായിരുന്നു. ആ ഒരു മണിക്കൂർ എങ്ങനെയാണ് കഴിഞ്ഞു പോയത് എന്നറിയില്ല, അത്ര പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നു. ഡോക്ടർ യൂനുസ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, ഓരോ വ്യക്തികൾക്കും ഇത് ഉപകാരപ്രദമായിട്ടുണ്ടാവും. അതിന് ശരിക്കും ഒരു നോട്ട് ചെയ്തൊരു പോയിൻ്റാണ്, നമ്മൾ ലൈഫിൽ മീൻസ് കുടുംബത്തിൽ പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് സാറിൻ്റെ ആ ഒരു വാക്ക്, ഓരോരുത്തരുടെയും എഫേർട്ടിനെ കാണുക, വാല്യൂവിനല്ല എഫേർട്ടിനെ കാണുക. മീൻസ് അപ്രിഷിയേഷൻ ചെയ്യാനും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുമൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സാറ് പറഞ്ഞത്. സാറിൻ്റെ ഓരോ വേർഡുകളും ഒന്നിനൊന്ന് നമുക്ക് ഉള്ളിൽ പതിയുന്ന വേർഡുകളായിരുന്നു. അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. അത് ഫാമിലിയിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റാണ്. കുട്ടികൾക്ക് മാത്രം കൊടുത്താൽ കാര്യമില്ല, വീണ്ടും അവർ ഫാമിലിയെയാണല്ലോ നോക്കി കാണുന്നത്. ഒരുപാട് താങ്ക്സ് ടോ. ഞാൻ നല്ലൊരു ടൈമുമായി, എനിക്ക് കേൾക്കാൻ പറ്റി, ഇഷ്ടപ്പെട്ട ടോപ്പിക്കുമായി. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഒന്നും കൂടി ജീവിക്കണമെന്ന് തോന്നൂലേ, മക്കളെയൊക്കെ വളർത്തുന്ന ഇത് വരുമ്പോഴൊക്കെ. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു കേട്ടോ, അത് പറയാതെ വയ്യ. അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ പോലും ഒരു ജിസ്റ്റ് നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. Yes, Jarin, you can start now. Dr. Yunus Kurikul is here. Okay. Yes, ma'am. Just 1 second. എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായി പെട്ടെന്ന്. No problem. Yeah. Okay. Hello all, welcome to the webinar. My name is Jarin. ഞാൻ എന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ചെറിയൊരു വീഡിയോ ഗ്ലിച്ച് ഉണ്ട്. ഐ എം റിയലി സോറി ഫോർ ദ ടെക്നിക്കൽ ഗ്ലിച്ച്. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? Yes, you are audible. ഓക്കെ, എൻ്റെ പേര് ജെറിൻ എന്നാണ്. ഞാൻ IGC ഓവർസീസിലെ ഗ്ലോബൽ ഓപ്പറേഷൻ അസിസ്റ്റൻ്റായിട്ട് സെർവ് ചെയ്യുന്നു. ഇന്നത്തെ ഈ വെബിനാറിലേക്ക് ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എസ്പെഷ്യലി എല്ലാ മെമ്പേഴ്സിനെയും, അതുപോലെ ഡോക്ടർ റിയാസ് ചെയർമാൻ, ഡോക്ടർ ഹംസ ഓവർസീസ് പാട്രൺ, നസിയ മാം ഓവർസീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മുംതാസ് മെഹദി ജനറൽ സെക്രട്ടറി ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ്, എല്ലാവരെയും ഇന്നത്തെ ഈ വണ്ടർഫുൾ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ വിശിഷ്ട അതിഥിയായ ഡോക്ടർ യൂനുസ് കുരിക്കലിനെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഡോക്ടർ, മൈൻഡ് കോച്ച്, എഡ്യൂക്കേറ്റർ, മൈൻഡ് വെൽനസ് ട്രെയിനർ, ഫാമിലി തെറാപ്പിസ്റ്റ് എന്നീ നിലകളിൽ അദ്ദേഹം സമൂഹത്തിൻ്റെ പല മേഖലകളിലും അമൂല്യമായ സേവനം അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ലൈഡ് സൈക്കോളജിയിൽ MSc ബിരുദവും വൈദ്യശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും ഒരുപോലെ കഴിവാർജിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. മനസ്സും ശരീരവും ഏകീകരിച്ച് സമഗ്രമായ ആരോഗ്യവും വ്യക്തിത്വ വികസനവും നേടുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഇത്തരം പ്രചോദനാത്മകമായ വ്യക്തിത്വത്തെ ഇന്നത്തെ വേദിയിൽ സ്വീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. IAGC ഓവർസീസിൻ്റെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ എത്തിയതിന് അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ യൂനുസ് കുരിക്കലിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം നേരുകയാണ്. സർ, റിയലി ഹാർട്ട് വാർമിംഗ് വെൽക്കം ടു ദി സെഷൻ സർ. അതുപോലെ ഇന്നത്തെ ഒരു 1 hour സെഷനാണ്. അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാമെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഈ 1 hour തന്നെ നിങ്ങളെല്ലാവരും തീർക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു ദ സെഷൻ സർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മള് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. സോ നമുക്ക് പറ്റാവുന്ന എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെച്ചാൽ നല്ലതായിരിക്കും. എൻ്റെ ഓൺലൈൻ സെഷൻസ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ പേരുകളോടും പ്രൊഫൈൽ പിക്ചറോടും സംസാരിക്കുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഞാൻ മാക്സിമം എല്ലാവരും ചെയ്യണമെന്ന് പറയുന്നില്ല, പറ്റുന്നവർ കഴിയുന്നതത്ര ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇരിക്കാം. ഓക്കെ, ഫൈൻ. സോ മാരേജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്.
വിവാഹം. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും പല രീതിയിൽ പല പ്രശ്നങ്ങൾ ഇങ്ങനെ കൗൺസിലിങ്ങിലായിട്ടും കപ്പിൾ തെറാപ്പി അല്ലെങ്കിൽ ഫാമിലി തെറാപ്പി ഒക്കെ തെറാപ്പിസ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ വിവാഹം, മാരേജ് എന്ന് പറയുന്നത് വലിയ ഒരു സെഗ്മെന്റ് ആയിട്ട് ഞാൻ പറയാറുള്ളത്. നമ്മുടെ ലൈഫിൽ ഓരോന്നും ജനനം മുതൽ മരണം വരെ നമ്മളിങ്ങനെ ഒരു ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 സെഗ്മെന്റുകളാണുള്ളത്. കുട്ടിക്കാലമായിട്ടുള്ള ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠനത്തിന്റെയും നമ്മുടെ ഇയർലി എന്താ പറയാ ഒരു ജോലി, പാഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് നെക്സ്റ്റ്. മൂന്നാമത്തെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പറയില്ല, ഒരു പോസ്റ്റ് മറൈറ്റൽ സ്പേസ് ആണ്. നാലാമത്താണ് ശരിക്ക് എൽഡർലി സ്പേസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രായമാവുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള കംപ്ലീറ്റ് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഫോർത്ത്. അപ്പൊ 4 സെഗ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് ഇതിൽ മൂന്നാമത്തെ സെഗ്മെന്റ് ആഫ്റ്റർ മാരേജ്. കാരണം എന്തിനാണ് വിവാഹം? ഈ ചോദ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇന്ന് നമുക്ക് വരുന്ന ഓരോ പ്രോബ്ലംസും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പലപ്പോഴും നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് അറിയാം പലപ്പോഴും ചെറിയ കാരണങ്ങളാണ് ഇഷ്യൂസ് ആയിട്ട് കാണാറുള്ളത്. വലിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ഒരു സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോ നമ്മൾക്ക് വരുന്ന കേസുകളിലൊക്കെ ഓരോ ആളുകളും ക്ലാസ്സുകളിലൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ വൈ മാരേജ്? ശരിക്കും കല്യാണം കഴിയുന്നതിനാണ്. കല്യാണം കഴിച്ച ആളുകളൊക്കെ നമ്മളിപ്പോ ഓരോരുത്തരും ഉണ്ടാവും. ഇതിലിപ്പോ മിക്കവാറും ആളുകളും ഇച്ചിരി എന്തായാലും 30+ ആയ ആളുകളായിരിക്കും. സോ നമ്മളുടെ ലൈഫ് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, എന്തിനാ കല്യാണം കഴിച്ചത്. അപ്പോ ഫസ്റ്റ് ഇന്റൻഷൻ ആണ്, നമ്മൾ എന്തിനാ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് കല്യാണം കഴിക്കേണ്ടത്. അപ്പൊ എന്ത് കാര്യം തുടങ്ങുന്നത് ഫസ്റ്റ് പ്രൈമറി സ്പേസ് എന്ന് പറയുന്നത് ഇന്റൻഷൻ ആണ്. അപ്പൊ ഇന്റൻഷൻ എത്രത്തോളം പവർഫുൾ ആണോ അത്രത്തോളം ജെന്യൂൻ ആയിരിക്കും നമ്മുടെ ലൈഫ്. ഞാൻ ഈ ലോകത്ത് എന്ത് സാധനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കണമെങ്കിൽ അതിനേക്ക് പ്യുവർ ആൻഡ് വളരെ ഒതന്റിക് ആയ ഒരു ഇന്റൻഷൻ അതിനുണ്ടായിരിക്കണം. നമ്മൾ ലാക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്റൻഷനാണ്. നല്ലൊരു ഒരു ഉദ്ദേശം, നല്ലൊരു ഉദ്ദേശം നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട്. എന്ത് കാര്യം ഇപ്പൊ എനിക്കിപ്പോ മക്കള് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എനിക്ക് വേണ്ടിയിട്ടാണോ, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ, വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ, ഭർത്താവിന് വേണ്ടിയിട്ടാണോ, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ, എനിക്കല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള ചിന്തയിലാണോ കൊണ്ടുവരുന്നത്, അതോ എനിക്ക് വേണ്ടിയിട്ടാണോ? ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ? ഞാൻ കുളിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾ പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനേക്കാളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഇന്റൻഷൻസ്, ഉദ്ദേശങ്ങൾ തെറ്റും. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി ഉദ്ദേശമാണ്. സോ ആ ഉദ്ദേശമാണ് വൈ എന്നുള്ളത്. നമ്മൾ ഒരു ബുക്ക് എല്ലാവർക്കും പറഞ്ഞറിയുന്നുണ്ടാവും, സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈ എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് എല്ലാ വിഷയത്തിലും വൈ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ജീവിതത്തിന് ഭയങ്കര ഒരു ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് വളരെ സ്പഷ്ടമായ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങളെ കാണാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും വൈ എന്നുള്ള ചോദ്യം കൊണ്ട്. സോ ഈ മാരേജ് എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് ആദ്യത്തെ ചോദ്യം വൈ ആണ്, എന്തിനാ. പലപ്പോഴും കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാലോ, പാരന്റ്സിന്റെ പ്രഷർ. പാരന്റ്സിന്റെ പ്രഷറിലാണ് കല്യാണം കഴിക്കുന്നത്. ഒരാളും ഒരു 20-25 വയസ്സിനുള്ളിൽ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്ന ഒരു പോയിന്റോട്ട് എത്തുന്നില്ല. കാരണം ജനറലി ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ഒരാൾക്കാണ് സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ നല്ല താല്പര്യം ഉണ്ടാവും. ഒരു സൈഡ്, അതായത് നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, കുട്ടികൾ ഉണ്ടായിരിക്കണം, എന്റെ ലൈഫിന്റെ ഒരു എക്സ്പോഷർ, ഒരു പുതിയ സെഗ്മെന്റിലേക്ക്, എനിക്കൊരു പുതിയൊരു സെഗ്മെന്റിലോട്ട് ഇന്ന് ഇറങ്ങണം, നമ്മൾ പുതിയ ബിസിനസ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ലൈഫിന്റെ പുതിയൊരു സെഗ്മെന്റിലോട്ട് എനിക്ക് ഇറങ്ങണം എന്ന ആഗ്രഹം നമുക്ക് എപ്പോഴും വരിക, നമ്മൾ അതുവരെയുള്ള സെഗ്മെന്റുകൾ കൃത്യമായിട്ട് പാലിച്ച ആളുകളാണെങ്കിലാണ് നമുക്ക് വരിക, അല്ലെ? 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 9-ാം ക്ലാസ് വരെ മര്യാദയ്ക്ക് ജയിച്ചാലേ 10-ാം ക്ലാസ്സിൽ എത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ബാക്കിയുള്ള ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റ് ആയിട്ട് വിവാഹത്തിലേക്ക് നമുക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ സ്വന്തം താല്പര്യപ്രകാരം വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ട് ക്ലാരിറ്റി ഉണ്ടായി, നല്ലൊരു വിഷൻ ഉണ്ട്, മക്കൾ ഉണ്ടാവേണ്ട ഒരു ഇന്റൻഷൻ ഉണ്ട്, കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിൽ അവരെ വളർത്തണം, അവർക്ക് എന്ത് എക്സ്പോഷർ കൊടുക്കണം, എന്റെ ഭാര്യ, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ ജീവിക്കണം, ഞങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കണം,
ഇങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ഉദ്ദേശത്തോടെ എത്ര പേര് കല്യാണം കഴിക്കും? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരും പേര് പറയാൻ പറ്റില്ല. കാരണം പലപ്പോഴും സോഷ്യൽ പെർസെപ്ഷൻ അല്ലെങ്കിൽ പാട്രിയാർക്കൽ ഒരു നോംസിന്റെ പ്രകാരമാണ് സൊസൈറ്റിന്റെ എക്സ്പെക്ടേഷൻസിൽ ജീവിക്കുന്ന ആളുകളാണ് പലപ്പോഴും മനുഷ്യന്മാർ. അത് വീട്ടുകാരാവാം അല്ലെങ്കിൽ നാട്ടുകാരാവാം. ഈ ഒരു സ്പേസിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിക്കുന്നത് നമുക്ക് സ്വന്തം ഇഷ്ടം. എനിക്കൊരു പാർട്ട്ണർ ആവശ്യമുണ്ട്. എപ്പോഴാണ് നമുക്കത് തോന്നുന്നത്? ആണ് വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ്. എപ്പോഴാണ് എനിക്കൊരു പാർട്ട്ണർ വേണം, എനിക്കൊരു പാന് വേണമെന്ന് എനിക്ക് തോന്നണമെങ്കിൽ എഴുതാനുണ്ടാവണ്ടേ? എഴുതാനില്ലാത്ത ഒരാൾക്ക് പാൻ എന്തിനാ? അപ്പൊ എനിക്കൊരു പാർട്ട്ണർ വേണം എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ലൈഫിനെ എനിക്ക് എന്ത് ചെയ്യണം, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്റെ ലൈഫിനെ എനിക്കൊന്ന് മാറ്റാം. ഇതേപോലെ അല്ല അല്ലെ? ഒരു ബിസിനസ് പാർട്ട്ണർ നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഒരു പോയിന്റ് വരെ നമ്മൾ ആ ബിസിനസ്സിനെ കൊണ്ടുപോകും. ആദ്യം ആ കൊണ്ടുപോയതിന് ശേഷം അവിടുന്നാണ് നെക്സ്റ്റ് പാർട്ട്ണർ. കാരണം ഇനി അതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഫണ്ട് അവിടെ ആവശ്യമുണ്ട്. എന്നെക്കാളും വിവരമുള്ള ഒരാൾ എന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ബിസിനസ് നമ്മൾ പാർട്ട്ണർ എടുക്കുന്നത്. എക്സ്പാൻഷൻ. അപ്പൊ എന്റെ ലൈഫിന്റെ എക്സ്പാൻഷൻ ആണ് വിവാഹം. ഒരു ലൈഫിന്റെ എക്സ്പാൻഷൻ. അപ്പോഴാണ് ഞാൻ ഒരു പാർട്ട്ണറെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ നമ്മളൊന്നും ആരും എന്തല്ല, എക്സ്പാൻഷന് വേണ്ടിയിട്ടല്ല. നമ്മൾ മാക്സിമം കല്യാണം കഴിച്ചപ്പോൾ എക്സ്പാൻഡ് അല്ല ചെയ്തത്, ഉള്ളിലേക്ക് ചുരുങ്ങാ ചെയ്തത്. അപ്പൊ ഉള്ളിലേക്ക് ചുരുങ്ങുമ്പോഴാണ് ഇത് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് മാറുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ടല്ല പിന്നെ ഈ വിവാഹത്തിന്റെ ഔട്ട്കം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. വിവാഹത്തിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മീഡിയയും ഇൻസ്റ്റഗ്രാമും ഒന്നും ഇല്ലാത്ത കാലത്ത് അത് ആരും കാണില്ലായിരുന്നു, കുടുംബത്തിൽ തീരുമായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാവരും കാണും. ഇന്ന് എല്ലാവരും കണ്ടപ്പോൾ എല്ലാവർക്കും കുറച്ച് ബോധ്യം വന്നു. നമ്മൾ നോക്കിയാൽ മതി. ഗമോഫോബിയ എന്നുള്ള വേർഡൊക്കെ നമുക്കറിയാം. പേടി, കല്യാണം കഴിക്കാൻ പേടിയാണ്. സത്യം പറഞ്ഞാൽ പേടി എന്നുള്ളതല്ല എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോ പല കോളേജുകളും കുട്ടികളും സംസാരിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ ഈ പറഞ്ഞ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ട്. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്. ബട്ട് ലൈഫ് എങ്ങനെ പോകും എന്നൊരു അനിശ്ചിതത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു ധൈര്യമില്ല കല്യാണം കഴിക്കാൻ. അതാണ് ഇപ്പോഴത്തെ വിഷയം. അല്ലാണ്ട് പേടി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫിയർ എലമെന്റ് അല്ല അവർക്കുള്ളത്. അവർ കൺഫ്യൂസ്ഡ് ആണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം റിയൽ ലൈഫിൽ ഇൻസിഡൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഡിവോഴ്സ് ചെയ്ത് വീട്ടിലിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ബ്രദർ വൈഫുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വൈഫ് ചിലപ്പോ സ്വന്തം വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കൾ കല്യാണം കഴിച്ചിട്ട് ഇനി കല്യാണം കഴിക്കണ്ടോ, ഇങ്ങനെയൊക്കെയാട്ടോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് കുറെ ഒബ്സർവേഷൻസ് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ ഫുൾ ലെവൽ ഓഫ് എന്താ പറയുക നോളജുകൾ, ഇൻഫോർമേഷൻസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ സെക്കൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് നൈറ്റിൽ അന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് അവസ്ഥ, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ ചോദ്യങ്ങൾ. ഭയങ്കര കൺസേൺ ആണ് ഇന്നത്തെ കുട്ടികൾ. സുഹൃത്തുക്കൾ കല്യാണം കഴിഞ്ഞാൽ അന്ന് ചോദിക്കും എന്താ എങ്ങനെയാണ് മുന്നോട്ട്. കാരണം അവർക്ക് പേടിയാ. എത്രയോ ആൾക്കാർ നമ്മളടുത്ത് പറയുന്നുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ് ആ ടൈമില് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നെക്സ്റ്റ്, എന്താണ്. കാരണം കല്യാണ കൂടെയുള്ള സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടിരിക്കും. അത്രയും കൺസേൺ ആണ്. കാരണം പേടി, ഒരു എന്താ പറയാ, ഒരു കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വൃത്തിക്കുള്ള, ഞാൻ അങ്ങനെ പറയാറുള്ളൂ, നല്ല വൃത്തിയുള്ള ഒരു ഇന്റൻഷൻ പ്രിപ്പയർ ചെയ്യും. നല്ലൊരു ഇന്റൻഷൻ പ്രിപ്പയർ, എന്തിനാ ഞാൻ വിവാഹം കഴിക്കുന്നത്. അപ്പൊ ആ ഇന്റൻഷൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വൈ എന്നുള്ള ചോദ്യം ഉത്തരം കിട്ടുക. അപ്പോഴേ സമയം നമുക്ക് നിശ്ചയിക്കാൻ പറ്റും എപ്പോ കല്യാണം കഴിക്കണം. കാരണം ഞാൻ ഈ വൈ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനാണ് എനിക്ക് ഒരു പാർട്ണർ വേണ്ടത്. അപ്പോഴാണ് ഈ പാർട്ണർ നമ്മൾ കൺസെപ്റ്റുകൾ വരിക. ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്താ? കൺസെപ്റ്റേ മാറി. റിലീജിയൻ വളരെ വലിയൊരു കൺസെപ്റ്റാണ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തറവാടും ഈ പറയുന്ന നിറവും ഇതൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ഒക്കെ ഈ സോഷ്യൽ നോംസ് ഒന്നും ഇപ്പൊ മാറിയിട്ടില്ല. സെയിം അങ്ങനെ തന്നെ നടക്കുന്നു. സാമ്പത്തികമായുള്ള കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നു. ഇത് അവിടെ ഫാമിലി ഡൈനാമിക്സ് വരെ നോക്കൂല. ഫാമിലി എങ്ങനെയുണ്ട്, നമ്മള് തമാശയിൽ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ പൊരുത്തല്ല നോക്കേണ്ടത്, ഭാര്യയും ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിൽ പൊരുത്താൻ നോക്കേണ്ടത്. അപ്പൊ തമാശയിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് പോലും ഫാമിലി ഡൈനാമിക്സ് എന്താന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ, ഫാമിലി ഡൈനാമിക്സിനെ പറ്റി ഒരു ബോധ്യമല്ല. ആ രീതിയിലേക്ക് പലപ്പോഴും നമ്മൾ വിവാഹങ്ങൾ തീരുമാനം ഉണ്ടാവുന്നത്. അതേ കല്യാണം കഴിക്കുന്ന പെണ്ണ് എന്താണെന്നും ചിലപ്പോൾ കോളേജിൽ അന്വേഷിച്ചിട്ടുണ്ടാവും, വീട്ടിൽ അന്വേഷിച്ചു, നാട്ടിൽ അന്വേഷിച്ചു, എല്ലായിടത്തും അന്വേഷിച്ചിട്ടുണ്ടാവും. ചെക്കനിപ്പോ ജോലി ചെയ്യുന്ന കമ്പനിന്റെ ഒരു റൂട്ടിലേക്ക് വരെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചു, ഇതൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷെ ഈ ചെക്കൻ വളർന്നു വന്ന വീടിന്റെ സാഹചര്യം ഒന്നുണ്ട്, ഈ പെണ്ണ് വളർന്നു വന്ന വീടിന്റെ ഒരു സാഹചര്യം ഉണ്ട്.
ഈ സാഹചര്യത്തിന്റെ ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു ലൈഫ് സ്റ്റൈലിലായിരിക്കും ഈ പെണ്ണുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതാണ് അവരുടെ നെക്സ്റ്റ് ലൈഫിന്, ഫ്യൂച്ചറിനെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ മെറ്റീരിയലിസ്റ്റിക് മാത്രം, കാണുന്നത് മാത്രം. എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ കൊടുക്കാനുണ്ട്. സ്റ്റിൽ അതൊക്കെ നമുക്ക് എന്താണ്, ഇന്നും എല്ലാ നാടുകളിലും, ഞാൻ പല നാടുകളിലും, ഇപ്പൊ കേരളത്തിൽ തന്നെ ആണെങ്കിൽ പുറത്ത്, ഇപ്പൊ ബാംഗ്ലൂരുള്ളത്, ഇവിടെ ഒരു പ്രോഗ്രാമായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് അറിയാം, എല്ലാ സ്ഥലങ്ങളിലും സ്റ്റിൽ ഇപ്പോഴും വിവാഹങ്ങൾ നടക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ്. അവിടെ ഇന്റൻഷൻസ് ഇല്ല, അവിടെ തീരുമാനങ്ങൾ നമുക്ക് പ്യുവർ അല്ല. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഇന്റൻഷൻ. അപ്പൊ ആ ഇന്റൻഷൻ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് കല്യാണം കഴിക്കണം, എപ്പോ കല്യാണം കഴിക്കണം, എന്ത് കൺസെപ്റ്റുകൾ വെക്കണം. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഒരു ഡോക്ടറാണ്. ഡോക്ടറായി ഞാൻ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അറിയാം ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ എന്റെ ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചൊരു സമയമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിന് യോജിക്കാൻ പറ്റുന്ന ജോലിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരാളായിരിക്കും ഞാൻ കല്യാണം കഴിക്കേണ്ടി വരിക. 24 മണിക്കൂർ വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയാണ് എന്റെ എങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ബോറടിക്കും, പ്രശ്നങ്ങളുണ്ടാവും, ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എനിക്ക് ബോധ്യം ഉണ്ടാവണം ആദ്യം. അപ്പൊ പ്രണയമുണ്ട് എന്നുള്ളതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റൂ? ഇല്ല, ആ പ്രണയമൊക്കെ പോകും. ഓക്കെ, ഞാൻ പറയാം, ഒരു ലവ് ആൻഡ് ഫാന്റസി വേൾഡും ഉണ്ട്, നമുക്കൊരു റിയൽ വേൾഡും ഉണ്ട്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അതൊക്കെ അറിയുന്ന, നമുക്ക് ആർക്കും അത് പരിചയമില്ലാത്തോ അറിയാത്ത കഥകളൊന്നും എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. സോ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക, ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് തന്നെ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫോക്കസ് ഓൺ ഇന്റൻഷൻ. ആരോട് എന്ത് സംസാരിക്കുമ്പോഴും ഇന്റൻഷൻ എന്താണ്, അപ്പോഴേ നല്ല കൺസെപ്റ്റ് ഉണ്ടാവും. കാരണം ഇന്റൻഷൻ നമുക്ക് ഒരാൾക്ക് ഇന്റൻഷൻ പറയാനുണ്ടാവും, എന്റെ എക്സ്പാൻഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്, നെക്സ്റ്റ് ലെവൽ എന്റെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്, എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുണ്ട്, എനിക്ക് എന്റെ ഫാമിലി ഉണ്ടായാലാണ് എനിക്ക് ഒന്നും കൂടെ ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു 20-25 ഒക്കെ കഴിയുമ്പോഴേക്കും മെല്ലെ മെല്ലെ വീട്ടുകാർ ഇങ്ങനെ കോഴിക്കുട്ടികള് കോഴിത്തല മെല്ലെ തട്ടിക്കളയുന്നത് പോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ മാറ്റി നിർത്തും. കല്യാണം കഴിക്കാത്ത സമയമാകുന്ന സമയത്ത് മെല്ലെ മെല്ലെ മാറ്റി നിർത്തും. അതങ്ങനെ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കും, നാട്ടുകാരെ വായിന്ന് കുറെ കേൾക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളൊക്കെ കേട്ട് കേട്ട് കുടുംബക്കാര് എല്ലാവരും വായിന്നും കേൾക്കുമ്പോൾ മെല്ലെ മെല്ലെ ഒബ്സഷൻസ് ഒക്കെ വരും. ഈ ഒബ്സഷൻസ് ഒക്കെ മെല്ലെ ഒരു എന്താ പറയുക, ഭയങ്കര ആക്റ്റീവ് ആയ ഒരാളാണോ, ഒരു ഈഗോ സെൽഫ് ഒക്കെ വല്ലാണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അയാൾ പെട്ടെന്ന് എന്താണ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേഷനാണ് വരുന്നത്. മൈഗ്രേഷന്റെ ഏറ്റവും പ്രധാന റീസൺ എന്താ, നമ്മളെന്താ വിചാരിച്ചേ, പഠിക്കാനുള്ള ത്വര മൂത്തിട്ടാണോ? അല്ല, നാട്ടിലിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ആളുകളെ ഫേസ് ചെയ്യാൻ വയ്യ കുട്ടികൾക്ക്. ഈ ജെൻ സി എന്ന് പറയുന്ന കുട്ടികൾക്ക് ഒരിക്കലും ആളുകളെ ഫേസ് ചെയ്യാൻ വയ്യ. സോഷ്യൽ സ്പേസിലോട്ട് ഇറങ്ങിയിട്ട് സംസാരിക്കാൻ ഇവർക്ക് അറിഞ്ഞൂടാ, ഇവർക്ക് ദേഷ്യപ്പെടാൻ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പൊ ടെസ്ല പോലുള്ള പല കമ്പനികളും ജെൻസി ഉള്ള ആളുകളെ അവർ എക്സിക്യൂട്ടീവ്സിൽ വെക്കുന്നില്ല. സെയിൽസിലാണ് ഇവർ മെയിൻ റോളിൽ ഇവർ ആരും കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആരാന്ന് നോക്കുമ്പോഴേക്കും എന്താണെന്ന് നോക്കുന്നത് തിരിച്ച് ചോദിക്കുന്ന ആൾക്കാരാണ്. അടങ്ങിയിരിക്കുന്നു പറയുമ്പോഴേക്കും അടങ്ങിയിരിക്കും, ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുള്ളൂ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പണിയെടുക്കുള്ളൂ എന്ന് പറയുന്ന ഒരാൾ ആരും കമ്പനിയിൽ നിർത്തൂല. അപ്പൊ ഇത് പല സ്റ്റഡീസും വന്നിട്ടുള്ളതാണ്. അത് ട്രെയിൻ ചെയ്തെടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഈ ഇന്റൻഷൻ ഇത്രയും വാല്യുബിൾ ആണെന്ന് പറയാൻ കാരണം ഒരാൾക്കും ഒരു ഐഡന്റിറ്റി ഇല്ലെന്ന്. ഇന്നത്തെ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റി, സെൽഫ് ഇല്ലെന്ന്. ഞാൻ എന്താണ്, എന്റെ ഇഷ്ടങ്ങൾ എന്താണ്, യഥാർത്ഥത്തിൽ എന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് എന്റെ സെൽഫിന് വളരെ ഭയങ്കര ഒരു സമാധാനം, സന്തോഷം തരുന്നതായിരിക്കണം. പക്ഷെ അത് എനിക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്റെ കൂടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കണം, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കണം. കാരണം ഞാൻ മറ്റുള്ളവരെയും കൂടി എന്റെ ബോധ്യത്തിലുണ്ട്. എന്റെ ഫാദർ, എന്റെ മദർ, എന്റെ റിലേറ്റീവ്സ്, ഇവരൊക്കെ എന്റെ വാല്യൂ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വാല്യൂ ചെയ്യാണ്ട് എന്റെ സെൽഫിന് വേണ്ടി മാത്രം ഞാൻ പണിയെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഒന്നും അല്ലാത്ത ഒരാളായി മാറും. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക സ്വാർത്ഥമായ ഒരു ജീവിത രീതിയാണ് പലപ്പോഴും കാണുന്നത്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെയുള്ള സ്പേസിലേക്കാണ് നമ്മൾ ഇന്റൻഷൻ കൊണ്ടുവരുന്നത്. എന്തിനാ നമ്മൾ പർപ്പസ് ഓഫ് ലൈഫ് വരെ ഇന്റൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ വിവാഹം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് മാത്രം പോകുന്നതുകൊണ്ടാണ് വേറെ ഒന്നും പറയാത്തത്. പർപ്പസ് ഓഫ് ലൈഫ്, ജീവിക്കുന്നത് എന്തിനാ? ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എത്ര പേർക്ക് അറിയാം? ഇതറിയാത്ത ഒരാൾക്ക് എന്ത് ഇന്റൻഷനാണ്? ഇതറിയാം. എന്റെ സോട്ട് അനാലിസിസ് ബിസിനസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, സെൽഫിൽ ചെയ്യാൻ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, സ്ട്രെങ്സ്. ഇത് 4 എന്റെ ലൈഫിലും എന്റെ സെൽഫിലൊന്നും ചെയ്ത് നോക്കണം. എന്റെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, എന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്. നമ്മൾ ഒരു തവണ നമ്മൾ എഴുതിയാണ്ടല്ലോ ഭയങ്കര ക്യാച്ച് ആയിരിക്കും. നമ്മളെ ലൈഫിനെ പറ്റി ഭയങ്കര ഒരു വേറെ ആംഗിളിൽ നമ്മൾ കാണാൻ പറ്റും. വെറുതെ സോട്ട് എഴുതിയാൽ മാത്രം മതി, കംപ്ലീറ്റ് ചെയ്താൽ മതി. അത് എഴുതിയാൽ തന്നെ നമുക്ക് ഒരു ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്യും.
അപ്പൊ ഞാൻ എന്റെ 1 മന്തിന്റെ ഒക്കെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മന്ത് പ്രോഗ്രാം, 1 ഹവർ വെച്ചിട്ട് എല്ലാം അല്ലാതെ അതൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. അപ്പൊ അതിലൊക്കെ ഇപ്പൊ ഏകദേശം 20 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു. അതായത് ഒരു 15 ഡേയ്സ് കഴിയുമ്പോഴേക്കിന് തന്നെ ചേഞ്ചിന് വിസിബിൾ ആയി തുടങ്ങും. കാരണം ആ രീതിയിലാണ് നമ്മൾ സെൽഫിനെ അവെയർ ആക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ സെൽഫിന് അവെയർ ആവില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം സെൽഫ് അവയർനെസ് ആണ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ക്ലാസ് കൊടുക്കുന്നത് പോലും സെൽഫ് അവയർനെസ് അല്ല, മെറ്റീരിയലിസ്റ്റിക് അവയർനെസ് ആണ്. ഇന്നത്തെ ലോകത്തിന്റെ വിവിധമായ സാഹചര്യങ്ങളെ അവെയർ ആക്കി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സെൽഫ്, ഞാൻ, റിയാലിറ്റി ഉള്ള ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്, എന്റെ ഉള്ളിൽ ആരോടൊക്കെ വെറുപ്പുണ്ട്, എന്തിനാരോട് വെറുപ്പ് എനിക്ക് തോന്നിയത്. അപ്പൊ ആ വെറുപ്പ് തോന്നാനുള്ള റീസൺ ഞാനാണോ അവരാണോ യഥാർത്ഥത്തിൽ? ഒരാൾ എന്തെങ്കിലും എന്നെ ട്രിഗർ ചെയ്യുമ്പോഴേക്ക് ദേഷ്യപ്പെടേണ്ട രീതി ഞാൻ എന്താ ദേഷ്യപ്പെടേണ്ട ആവശ്യം? ഒരാൾ എന്നെ ട്രിഗർ ചെയ്തു എന്നുള്ളതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇതിങ്ങനത്തെ കുറെ വിഷയങ്ങളിലേക്ക് ഒരു എന്താ പറയാ പ്രൈമറി ഒരു ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ പ്രീ മെറൈറ്റിലും പോസ്റ്റ് മെറൈറ്റിലും ഒക്കെ കൊടുക്കേണ്ടത്. ഇതൊക്കെ അവിടെ കൊടുക്കേണ്ട കാര്യം സെൽഫ് അവെയർ ആവാത്തോടത്തോളം കാലം ഇവർക്ക് ഒരു തരത്തിലും സ്നേഹിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ലാക്ക് ഓഫ് എംപതി ആണ്, ലാക്ക് ഓഫ് ആക്റ്റീവ് ലിസണിങ് ആണ്. കേൾക്കുന്നില്ല ആൾക്കാർ, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. എത്രയോ കേസുകൾ നമ്മൾ സംസാരിക്കുക, എന്തെങ്കിലും പറയുമ്പോഴേക്കും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക ഡോക്ടർ, ഒന്നും സംസാരിക്കൂല. ജോലി കഴിഞ്ഞ് വന്നാൽ ഫുള്ള് ഫോണിലാണ്, കുട്ടികളടുത്തുമായി സമയം ചെലവഴിക്കുന്നില്ല. ഇതൊക്കെ വലിയ കംപ്ലൈന്റുകൾ തന്നെ, ചെറിയ കംപ്ലൈന്റ് അല്ല. കാരണം സ്പേസ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് സ്പേസ് കൊടുക്കണ്ടേ? എന്താ പറയാ, കാരണം പറയുന്നത് ഞാൻ ഭയങ്കര ടയേർഡാണ്, ഞാൻ എനിക്കൊന്ന് വെറുതെ ഇരിക്കട്ടെ കുറച്ചു നേരം എന്ന് പറയും. അപ്പൊ നമുക്ക് വേണ്ടി ഈ കല്യാണം കഴിച്ച് നിൽക്കുന്ന പെണ്ണും ഈ കുട്ടികളും ഇതെന്താണ് അവസ്ഥ? അതേപോലെ തന്നെ ഒരു പെണ്ണാണ് കല്യാണം പോയിട്ട് ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വീട്ടിലോട്ട് വരുന്നത്, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? കിടന്നുറങ്ങാനല്ല, വീട്ടിലെത്തുമ്പോ വീട് രണ്ടിനും മാനേജ് ചെയ്യാൻ പറ്റും. അത് ആണായാലും പെണ്ണായാലും. ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിനും മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ജോലിനെ മാനേജ് ചെയ്യണം, കൂടെ വീടിനെ മാനേജ് ചെയ്യണം. അവിടെ ക്ഷീണമൊന്നുമില്ല, കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ക്ഷീണമില്ല. നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യുന്ന സ്ഥലത്താണ് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത്. നമുക്ക് മാനസികമായിട്ട് നമ്മൾ ടയേർഡാണ്, ഫിസിക്കലി അല്ല. ഫിസിക്കലി ടയേർഡ് ആവാൻ ഒരു സ്പേസും ഇന്നില്ല. നമ്മളിപ്പോ പറമ്പിലും പോയിട്ട് വെയിലത്തൊക്കെ പണിയെടുത്ത് വരുന്ന ആളുകളല്ല. ഫിസിക്കലി നമ്മൾ ആരും ക്ഷീണിക്കുന്നില്ല. നമുക്ക് വല്ല ലാക്ക് ഓഫ് സംതിങ്, ഒരു ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ നോക്കണം. വൈറ്റമിൻ ഡെഫിഷ്യൻസീസോ മാഗ്നീഷ്യം ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൾട്ടി വിറ്റമിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം. ഓക്കെ, അത് നമ്മൾ കഴിക്കണം. അതിനപ്പുറത്തേക്ക് ശരീരത്തിനെ വീക്ക് ചെയ്യാൻ ഒരു പണി മര്യാദയ്ക്ക് നമ്മൾ ചെയ്യുന്നില്ല. മര്യാദയ്ക്ക് ഒരുപാട് കഴിക്കേണ്ടതുള്ളൂ, ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ക്ഷീണിക്കും. പക്ഷെ ഫിസിക്കലി അല്ല, നമ്മൾ ഇമോഷണൽ ലെയറിലും നമ്മുടെ സ്പിരിച്വൽ ലെയറിലൊക്കെയാണ് നമ്മൾ ടയേർഡ് ആവുന്നത്. ശരിക്കും ലൈഫിൽ മടുപ്പാണ്. അപ്പൊ ആ മടുപ്പില് ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഫിസിക്കൽ സ്പേസിന് അങ്ങ് വിട്ടേക്കുക, ഒന്നും ചെയ്യുക, അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിനൊക്കെ സമയം കഴിഞ്ഞു. നമ്മൾ ഇനി മെന്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ സ്പേസിലോട്ട് പോകാം. അവിടെ നന്നാക്കുക. അവിടെ നമ്മൾ കൃത്യമായിട്ട് ആളുകൾക്ക് ഒരു പോയിന്റ് ക്ലാരിറ്റി കൊടുക്കുക. അവിടെ നിന്നാണ് നമ്മുടെ ഇന്റൻഷൻസ് ഒക്കെ പ്രധാനപ്പെട്ട ഏരിയ തുടങ്ങുന്നത്. ഓക്കെ, അത് ഒരു പോയിന്റ്. ശരിക്കും ഇന്റൻഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒക്കെ ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഒരു 2-3 ഹവേഴ്സിന്റെ ടോപ്പിക്കാണ്. അതാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോകാനും പറ്റുന്നില്ല. സോ നെക്സ്റ്റ് അതിൽ ഞാൻ ഒരു പോയിന്റിലോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഇന്റൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഇന്റൻഷൻ കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും ഇന്റൻഷൻ. ഞാൻ പറയുന്നത് ഇന്റൻഷൻ ഇല്ലായിരുന്നെങ്കിൽ, ഇന്റൻഷൻ ഒരു മനുഷ്യന് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം മനുഷ്യന്മാർ ജീവിക്കുന്നതിനെ സംസാരിക്കാനോ ആശയങ്ങൾ കൈമാറാനോ, ഇതൊന്നും ചെയ്യാണ്ട് ഒരു സൈഡിൽ ഒതുങ്ങി കൂടിയിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് കല്യാണം കഴിക്കരുതെന്നാണ് പറയാം. ഒരു കല്യാണം കഴിക്കുക, സംസാരിക്കണം, മക്കളായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റണം, സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പറ്റണം. അങ്ങനെ പറ്റാത്തത് ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ എനിക്ക് ക്രൗഡ് ഒന്നും ഇഷ്ടമല്ല. ഭയങ്കര എന്താ പറയാ, അഭിമാനത്തോടെ പറയാം, എനിക്ക് ക്രൗഡ് ഒന്നും ഇഷ്ടമല്ല. ക്രൗഡ് ഒന്നും ഇഷ്ടമല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണെന്നുള്ളത്, അത് മാറ്റിയെടുക്കണം എന്നുള്ള ബോധ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. എനിക്ക് ഞാൻ എന്റെ വൈഫും കുട്ടികളും മാത്രം, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡും കുട്ടികളും മാത്രം മതി. എനിക്ക് വേറെ ആരും വേണ്ട, റിലേറ്റീവ്സ് ഒന്നും വേണ്ട. അതൊക്കെ ഒരു പ്രശ്നമാണ്. ആ പ്രോബ്ലത്തിനൊക്കെ ഡീറ്റെയിൽ ചെയ്യണം, എന്തുകൊണ്ടാണ് അങ്ങനെ. അതൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മളെ സ്ട്രഗിൾ ചെയ്യുന്ന റിജക്ഷൻസ് ഉണ്ടാവാം, സാക്രിഫൈസസ് ഉണ്ടാവാം, സ്ട്രഗിൾസ് ഉണ്ടാവാം. ഐ ആം നോട്ട് ബിലോങ്സ് ഹിയർ. ഞാൻ ഇവിടെ അധികപ്പറ്റ. എല്ലാവർക്കും തോന്നും ചില ആളുകൾക്ക് ഞാൻ ഇവിടെ അധികപ്പറ്റ, ഞാൻ ഇവിടെ ചെറുപ്പം തൊട്ടേ കളിയാക്കൽ കുറെ കേട്ടിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ചിലപ്പോ അച്ഛൻ്റെ അമ്മേന്റെയും കൂടെ ആയിരിക്കൂല,
ജീവിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ വേറെ ആരുടെങ്കിലും കൂടെ ആയിരിക്കും. അപ്പോൾ ഈ അടുത്ത് തന്നെ എനിക്കിപ്പോ ഒരു കൺസൾട്ടേഷൻ വന്നത്, അത് സ്ഥിരമാണ്, അങ്ങനത്തെ കേസുകൾ സ്ഥിരമാണ്. പക്ഷെ അതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, അന്നേരം പറയാം, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ എല്ലാം ജീവിച്ചത്, ഞാൻ കുഞ്ഞമ്മ എന്ന് പറയുന്ന വേറൊരാളുടെ കൂടെ ജീവിച്ചത്. അപ്പൊ അവര് എന്നെ ഒരുപാട് എന്താണ് സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പല സ്ഥലങ്ങളും അവഗണിച്ചിട്ടുണ്ട്. ഏത് പ്രായത്തിലാണോ പറയുന്നത്? 4 വയസ്സിൽ 5 വയസ്സുള്ള കഥയാണ് ഈ 35 വയസ്സിലുള്ള ഒരാൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം എത്രത്തോളം ഇത് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. ചൈൽഡ്ഹുഡ് ആണ് അത്, നമുക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ ആ ഒരു ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം, ചൈൽഡ്ഹുഡ് ആണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിന്റെ ഫ്യൂച്ചറിനെ എന്താണ് തീരുമാനിക്കുന്നത് നമ്മുടെ ചൈൽഡ് കോൺഷ്യസ്നെസ് ആണ്. ഈ ചൈൽഡ് കോൺഷ്യസ്നെസിന്റെ പ്രത്യേകത എന്താ പറയുക? മരിക്കോളുണ്ട് അത്. കാരണം ചൈൽഡ് കോൺഷ്യസ്നസ് നമുക്ക് ഇച്ചിരി 12 വയസ്സോ 15 വയസ്സോ 20 വയസ്സോ ആകുമ്പോഴേക്ക് ചൈൽഡ് കോൺഷ്യസ്നസ് പോകുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടി എന്നും വളരെ നമ്മുടെ ഉള്ളിൽ തന്നെ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ആ മുറിവുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നമ്മൾ പറയുന്നത്, ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഒക്കെ പ്രത്യേകത, സെൽഫിന് അവെയർ ആയാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് ഹീൽ ആവുന്നുള്ളൂ. ഒരിക്കലും സെൽഫിന് അവെയർ അല്ലാത്ത ഒരാൾക്ക് അത് ഹീലിംഗ് നടക്കുന്നേ ഇല്ല. നമുക്ക് മനസ്സിലാക്കാം, യെസ് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എന്റെ ഇന്നർ ചൈൽഡ് എനിക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ റിയലൈസ് ചെയ്യാനൊക്കെ പറ്റും. ഹീല് ചെയ്യണോ? അവെയർ ആയിരിക്കണം. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഇപ്പൊ ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടേക്കാണ് എന്റെ മിസ്റ്റേക്ക് ഉള്ളത്, എവിടേക്കാണ് എന്റെ സ്ട്രെങ്ത് ഉള്ളത്, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് അറിവ് എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹീലിംഗ് നടക്കുള്ളൂ. ഹീലിംഗിന് അവയർനെസ് വളരെ, കോൺഷ്യസ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പലപ്പോഴും ഹീൽ ചെയ്യാത്ത കുറെ മനസ്സുകളുള്ള ആളുകളാണ് നമ്മളൊക്കെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ. ഇവരിലൊക്കെ തുടക്കം മുതൽ ഈ ചെറുപ്പത്തിൽ കിട്ടുന്ന ഈ ഒരു ഐ ആം നോട്ട് ബിലോങ് ഹിയർ, ഇപ്പൊ കുറെ കളിയാക്കലും പരിഹാസങ്ങളും കിട്ടുന്ന ആളുകൾ എപ്പോഴാണ് NPD ഉണ്ടാവുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ട്? NPD എന്ന് പറയുന്ന ഒരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നാർസിസിസം എന്ന് പറയുന്ന ഒരു കേസിലോട്ട് ഒരാൾ എത്തുന്നത് ഫസ്റ്റ് വാലിഡേഷൻ സീക്കിംഗ് ആണ്. അയാളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് വാലിഡേഷൻ സീക്കിംഗ്. കാരണം വാലിഡേഷൻ ആണ് അയാളെ ഭ്രമം ഉണ്ടാക്കി തരുന്നത്, അയാൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാക്കി തരുന്നത്. ആ റിലേഷൻഷിപ്പിലാണ്, കാരണം അയാൾ മാക്സിമം ഒതുങ്ങിക്കൂടാണ് ജീവിക്കാൻ ഇഷ്ടം. അയാൾക്ക് അങ്ങനെ ഭയങ്കര എന്താണ് ഒരു എക്സ്റ്റൻസ് ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിസം ഉള്ള ഒരു സോഷ്യൽ ഏരിയയിലേക്ക് ഒരു എക്സ്ട്രീമിസം അയാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അയാൾ സെൽഫിലേക്കാണ് എക്സ്ട്രീമിസം ഉണ്ടാവുക. ഭയങ്കര സെൽഫിലേക്ക് മാത്രം ഈഗോ ക്രിയേറ്റ് ചെയ്ത ഒരു മനുഷ്യനായിരിക്കും ഈ നാർസിസിസം. നമുക്കറിയാം ഒരുപാട് ടൈപ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾ തുടങ്ങുന്ന എവിടെ നിന്നറിയാം? വാലിഡേഷൻ. ഈ വാലിഡേഷൻ നമുക്ക് എപ്പോഴാണ് വരുന്നത്? ഐ എം നോട്ട് ബിലോങ്സ് ടു യുവർ, ഇവിടെ ഞാൻ നിൽക്കേണ്ട ഒരാള്, ഞാൻ ഇവിടെ അധികപ്പറ്റാണ് തോന്നുമ്പോൾ എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് സീക്ക് ചെയ്യുന്നത് വാലിഡേഷൻ ആണ്. കാരണം ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് എന്നെ ഒരാൾ നോക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വേർത്തായ ഒരാളല്ല എന്ന് തോന്നും. എന്നെ കൂട്ടത്തിലുള്ള 4 പേരുണ്ട്, ഈ 4 പേരിൽ 3 പേര് എന്നെ നോക്കുന്നില്ല, എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ വേർത്തല്ല എന്ന് തോന്നും. അപ്പൊ ഞാൻ നോട്ട് വേർത്തി എന്ന് ഫീൽ ചെയ്യുന്ന ഒരാള്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരാള്, ഐ ആം നോട്ട് ബിലോങ്സ് ടു ഹിയർ എന്ന് ഫീൽ ചെയ്യുന്ന ഒരാള്, ഇത് വിശ്വാസങ്ങളാണ്, ബിലീഫ് സിസ്റ്റംസ് ആണ്. ഈ ബിലീഫ് സിസ്റ്റം ഇയാൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? വാലിഡേഷൻ ക്രിയേറ്റ് ചെയ്യും. കാരണം ഇയാൾക്ക് ഇല്ലാത്തൊരു സാധനം അയാൾ പിന്നെ ക്രേവ് ചെയ്ത് തുടങ്ങും. ആ ക്രേവിംഗ് ആണ് ഇയാളുടെ പിന്നെ എന്ത് ചെയ്യുന്നത്? ഈഗോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു സുപ്പീരിയോറിറ്റി ഈഗോ ക്രിയേറ്റ് ചെയ്യും. കാരണം എപ്പോഴും നമ്മൾ വാലിഡേറ്റ് ചെയ്യാം, എല്ലായിടത്തും പോയ എന്നെ പരിഗണിക്കണം, നമുക്ക് എപ്പോഴാ തോന്നുക? എനിക്ക് സുപ്പീരിയോറിറ്റി വരണം. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ ശരിയാണ്, ഇയാൾ തെറ്റ്. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കണം, എന്നോട് നോക്കണം, എന്നോട് സഹായിക്കണം, എന്നോട് സഹായം ചോദിക്കണം, എന്നോട് സംസാരിക്കണം, എന്നെ നോക്കണം, എന്നെ ശ്രദ്ധിക്കണം, എന്നെ കൺസിഡർ ചെയ്യണം. എങ്ങനെ പോകണം പിന്നെ എന്നെ ഇങ്ങോട്ടേക്കൊക്കെ വേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്റ്റൽ പോയിന്റ് എത്തുമ്പോഴാണ് നമുക്ക് പേഴ്സണാലിറ്റി ട്രൈറ്റിലോട്ട് അത് മാറുന്നത്. അപ്പോഴും കുട്ടിക്കാലത്ത് നിന്ന് പേഴ്സണൽ ട്രൈറ്റ്സ് അല്ല, പക്ഷെ ഈ കുട്ടിക്ക് പല സമയത്ത് നമുക്കറിയാലോ, ഒരിക്കലും പോസിബിൾ ആയ ഒരു കാര്യമല്ലേ ഈ വാലിഡേഷൻ സീക്ക് ചെയ്യാൻ. എപ്പോഴും അത് കിട്ടുന്നില്ല. പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യും? ആ വാലിഡേഷൻ സീക്കിങ് നടക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ പല ആളുകൾ കളിയാക്കും, കൂടുതലായിട്ട് അതിനെ എന്താണ് വല്ലാണ്ട് അവഗണന കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ അവഗണനയുടെ രൂപങ്ങൾ കൂടിയിട്ടാണ് ഇയാളിൽ എന്ത് ചെയ്യുന്നത്? ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ഫോം ചെയ്യുകയും മെല്ലെ മെല്ലെ ഈ സുപ്പീരിയർ ഈഗോ എന്തായി മാറുന്നത്? OCD ആയിട്ട് മാറാം, NPD ആയിട്ട് മാറാം, പല രീതിയിലേക്കുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആയിട്ട് മാറാം. ഇതൊക്കെയാണ് നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തുടങ്ങുന്നത് ഫ്രം ചൈൽഡ്ഹുഡ്. അവിടെ പോയി നന്നാക്കണം. അല്ലാണ്ട് വിവാഹത്തിന് ശേഷം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാണ് അവിടെ ഒന്നും പ്രത്യേകിച്ച് ചേഞ്ചസും ഇല്ല. മെറ്റീരിയലിസ്റ്റിക് ചേഞ്ചസ് ഒക്കെ കുറച്ച് കാലം, മാക്സിമം ഒരു 3 മാസം, ഏറി വന്ന ഒരു 6 മാസം, അതിന്റെ അപ്പുറത്തേക്ക് വീണ്ടും തെറ്റും, വീണ്ടും വരും. അപ്പൊ അതാണ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ഈ കുട്ടികളെ പാരന്റിങ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പാരന്റിങ് മുതൽ തുടങ്ങുക. ഒരു അമ്മ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്നത്
ഒരു അച്ഛൻ കുട്ടിയിലേക്ക് കൊടുക്കുന്ന കാരണം കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യാം, അവരിങ്ങനെ വലിച്ചെടുക്കുക. നമ്മളത് നമ്മളെ വാക്കുകൾ കേൾക്കുന്ന സ്പേസിലൊന്നല്ല അവർ, കുട്ടികൾ നമ്മളെ വാക്കുകൾ കേൾക്കുന്ന സ്പേസിലല്ല, വലിച്ചെടുക്കുക. നമ്മളിങ്ങനെ സ്കാൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്കാനിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോ സ്കാൻ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുക ചെയ്യരുത്. നമ്മളിപ്പോ സ്കാൻ ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാലത്തിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 20% ഉള്ളൂ. നമുക്കിപ്പോ സ്കാൻ ചെയ്യാനുള്ള കഴിവ് ഒരു ആഫ്റ്റർ 30-40 ഒക്കെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള കഴിവ് 20% ഉള്ളൂ. ഈ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള സമയത്ത് കോഗ്നേഷൻ ഇല്ല. ആ സമയത്ത് 100% ഇമിറ്റേഷൻ ഇതാണ് അവർക്കുള്ളത്. കംപ്ലീറ്റ് ആണ്. നമ്മളെന്നങ്ങനെ അങ്ങനെ വലിച്ചെടുക്കുക, ഒഴിഞ്ഞെടുക്കുക എന്നുള്ള പരിപാടിയിലേക്കാണ് കുട്ടികൾ നോക്കുക. നമ്മൾ എന്ത് ചെയ്താലും അവരിലേക്ക് വരും. കുട്ടീനെ മുമ്പിൽ വെച്ച് അത് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി കൺഫ്യൂസ്ഡ് ആവും. ആ കൺഫ്യൂഷൻ കുട്ടിയിലേക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും മൈൻഡിൽ. ഈ കോൺഫ്ലിക്ട്സ് കുട്ടിയിൽ ഒരു പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കും. അതൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കും. അവിടുന്ന് മുതൽ തുടങ്ങുകയാണ് ട്രസ്റ്റിന്റെ വൂണ്ടുകൾ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ സില്ലിയായിട്ട് ഇങ്ങനെ കാണും. പക്ഷെ 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു പാരന്റിങ് നടക്കൂല, അതിലൊന്നും സംശയമല്ല. പക്ഷെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം കുട്ടീനോട് സംസാരിക്കുന്ന രീതികളാണ് ശ്രദ്ധിക്കുന്നുണ്ട്. വഴക്ക് പറയുമ്പോൾ പോലും അവിടെ എത്രത്തോളം നമ്മൾ ഈ ദേഷ്യം ഉള്ളിന്ന് വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അഭിനയിക്കല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഉള്ളിന്ന് വരികയാണ്. ഭയങ്കര ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പിടിച്ച് കയറിയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ തവണ പിടിച്ച് നിൽക്കും, 4ാം തവണ ഒന്ന് പൊട്ടും. ആ പൊട്ടുന്നത് നന്നായിട്ട് പൊട്ടും. കുട്ടിക്ക് മനസ്സിലാവില്ല നമ്മൾ പൊട്ടിയത് എന്തുകൊണ്ടാ, ബാക്കി 4 ഇൻസിഡന്റ് ബാക്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുട്ടി കാണുന്നത് ചിലപ്പം ആ പെണ്ണെടുക്കുന്ന പറഞ്ഞപ്പോൾ കുട്ടി പെണ്ണെടുത്തിട്ടുണ്ടാവില്ല, അതിനായിരിക്കും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ദേഷ്യം യഥാർത്ഥത്തിൽ ആ പെണ്ണെടുക്കാത്തതിനല്ല, മുമ്പ് നടന്ന 3-4 ഇൻസിഡന്റ് എല്ലാം സപ്രസ് ചെയ്ത് വെച്ചപ്പോൾ എല്ലാം കൂടെ വന്നത് ആ സമയത്ത്. ഇതൊന്ന് റിയലൈസ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അത് പാരന്റൽ സ്പേസ് പിന്നെ കയറുന്നത് നെക്സ്റ്റ് സ്പേസ് എന്ന് പറയുന്നത് വിവാഹമാണ്. പാരന്റൽ സ്പേസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടെങ്കിൽ. രണ്ടാമത്തത്, കാരണം വീടുമായി ബന്ധപ്പെട്ടാണ്, പുറത്തിറങ്ങുമ്പോൾ സോഷ്യൽ സ്പേസ് കുറെ ഉണ്ട്, സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ ഒന്നും നമുക്ക് സംസാരിച്ച കാര്യമില്ല. സോ പിന്നെ സെക്കൻഡ് സ്പേസ് ആണ് വിവാഹം, ആഫ്റ്റർ മാരേജ്. അപ്പൊ ആഫ്റ്റർ മാരേജിൽ നമ്മൾ എന്താണ് നിർബന്ധമായിട്ടും ടൈം എത്രയായി സോറി ഉണ്ടല്ലോ അല്ലെ. സോ ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും എന്താണ്, നമ്മുടെ അവിടെ ഭാര്യ ഭർത്താക്കന്മാര് നല്ലോണം ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നിർബന്ധമായിട്ട് സാധനം എന്താണെന്നറിയോ, ആക്റ്റീവ് ലിസണിങ്. മര്യാദയ്ക്ക് കേൾക്കണം. ഒരു കേൾവിക്കാരനാവണം. വെറുതെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. സംസാരിക്കുന്ന ഒരാൾ കേൾക്കുകയും ചെയ്യണം. കേൾക്കുക എന്ന് പറയുന്നതിൽ വരെ അവിടെ ഒരുപാട് ലാംഗ്വേജസ് ആണ്, ലവ് ലാംഗ്വേജസ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ലവ് ലാംഗ്വേജസിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അത് ഒറ്റ കാര്യം മര്യാദയ്ക്ക് 3 കാര്യങ്ങൾ മര്യാദയ്ക്ക് നമ്മൾ ചെയ്താൽ മതി. ഒന്ന്, അപ്രിസിയേഷൻ എന്ന് പറയുന്നത് റിസൾട്ടിനല്ല, എഫേർട്ടിനെ അപ്രിസിയേറ്റ് ചെയ്യേണ്ടത്. എന്റെ വൈഫ് എനിക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തന്നു, ആ ഫുഡിനല്ല, ഞാൻ നല്ല രീതിയിലുള്ള ഫുഡിനല്ല ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ മക്കളുണ്ടാവും, എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും, അവള് ജോലി ചെയ്യുന്നുണ്ടാവും, ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് അവള് ഭക്ഷണം ഉണ്ടാക്കി തന്ന്, അതിന് ആ എഫേർട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഫുഡ് എന്താന്ന് എങ്ങനെയാണെന്നല്ല. അതേപോലെ ഹസ്ബൻഡ് പുറത്തു പോയിട്ട് എന്തോ കാര്യം വൈഫ് വാങ്ങിത്തരാൻ പറഞ്ഞു, ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, കടം മേടിച്ചിട്ടേക്കും വാങ്ങിക്കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പല ലോൺ എടുത്തിട്ടേക്കും കാര്യങ്ങൾ സഹായിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ സ്വന്തം ജോലിയുടെ സമയത്തെ മാറ്റി നിർത്തിയിട്ടായിരിക്കും ട്രിപ്പ് പോകുന്നുണ്ടാവുക. ഇതെല്ലാം ഒരു ഹസ്ബൻഡ് അവിടെ സ്പേസ് ചെയ്തിട്ടാണ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ എടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ എന്താ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലാണ്ട് ചെയ്ത റിസൾട്ടിനല്ല. ഒരു ഗിഫ്റ്റ് മേടിച്ചു തരാൻ പറഞ്ഞു, പുള്ളിയുടെ കയ്യിലുള്ള പൈസക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു, ഇതാ വാങ്ങി തന്ന് എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ വാങ്ങിയത് എന്നുള്ളതല്ല, വാങ്ങിച്ചു തന്നോ എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട്, എഫേർട്ടിലോട്ട് പോവാം, റിസൾട്ടിലോട്ട് പോവാണ്ടിരിക്കുക. അപ്പോൾ എഫേർട്ടിലോട്ട് നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എഫേർട്ട്, ഒരാളിപ്പോ ഞാൻ എക്സാമ്പിൾ പറയാറുണ്ട്. ഒരാള് എന്താണ്, ഹസ്ബൻഡ് പുറത്തിട്ട് വൈഫ് വിളിച്ചിട്ട് എന്റെ സാധനം മേടിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഹസ്ബൻഡ് ബൈക്കിലാണ്, വെയിൽ കൊള്ളുന്ന, ആകെ തൂഫാനായിട്ട് ഇരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും വീട്ടിലോട്ട് എത്താൻ നോക്കുമ്പോൾ ഇയാൾ വിളിച്ച് പറയാണ്, ഇനി തിരിച്ചു പോയിട്ട് വേണം കൊണ്ടുവരാൻ. ഓക്കെ വാട്ട് എവർ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, പോയിട്ട് വാങ്ങാൻ പോയി. ഒരു കടയിൽ നോക്കി കിട്ടിയില്ല, 2ാമത്തെ കടയിൽ നോക്കി കിട്ടിയില്ല, 3ാമത്തെ കടയിൽ നോക്കി കിട്ടിയപ്പോ ഇയാൾ വിളിച്ച് പറയണം ഭാര്യ, ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു, ഇവിടെ എത്തിയത് ഞാൻ തിരിച്ചു വന്നിട്ട് ഇതൊക്കെ നോക്കി, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ, എന്നാ സാരല്ല കുഴപ്പമില്ല നമുക്ക് പിന്നെ നോക്കാം എന്ന് ഭാര്യ പറയുകയാണെങ്കിൽ, ഭർത്താവ് ചിലപ്പോ അവിടെ നോക്കിയെന്ന് പറഞ്ഞ് പോരില്ല, വീണ്ടും ചിലപ്പോ 1-2 കടയിൽ കയറി നോക്കും. കാരണം വാല്യൂ ചെയ്തു. ഇത് നേരെ മറിച്ച് നിങ്ങളെ കൊണ്ട് പറ്റൂല, എപ്പ പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്, ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യൂല എന്നൊക്കെയാണുള്ള മറുപടിയാണ് ഭാര്യ കൊടുത്തതെങ്കിൽ, പണ്ടാടങ്ങനെ അപ്പുറത്തുള്ള കടയിൽ ഉണ്ട് എന്ന് മനസ്സിലായ പോലും ഞാൻ അവിടുന്ന് വാങ്ങൂല, ഇറങ്ങിപ്പോലും. കാരണം വാല്യൂ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാല്യൂ ചെയ്യണം, വാല്യൂ യുവർ പാർട്ണർ.
നമ്മൾ പാർട്ട്ണറിന്റെ വാല്യൂ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് കുറച്ച് ഒരു എഫേർട്ടും ഇല്ല നമുക്ക്. ഒരു ജസ്റ്റ് ഒരു മീൻ ചെയ്താൽ മതി. എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഒരാളെ എനിക്ക് ചെയ്തു തരികയാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വരുമ്പോ എന്റെ മകനോടൊന്നും എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നിട്ട് ആ ചെക്കൻ പോയിട്ട് എടുത്തു തരാം, ഞാൻ എടുത്തു തരില്ല എന്നും പറയാലോ. എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് പോയി എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ ആ എഫേർട്ടിനെ കാണുക. നമുക്ക് ഒരാൾ എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ ചെയ്തു തരുന്ന എഫേർട്ടിനെ കാണുക. അതാണ് അപ്രിസിയേഷൻ. എന്നിട്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എന്തെങ്കിലും കുറച്ച് മതി. അടിപൊളിയാണെന്നുള്ള വാക്കൊന്നും വേണ്ട, സെൽഫിൽ ഉണ്ടായാൽ മതി. അറ്റ്ലീസ്റ്റ് എനിക്ക് ഞാൻ എന്റെ വൈഫിന്റെ അടുത്തൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഉമ്മാനെ പറ്റിയൊക്കെ ഞാൻ പറയുന്ന രീതിയാണ്. അതായത് നമ്മുടെ മദർ നമ്മുടെ അടുത്ത് എന്ത് തെറ്റ് ചെയ്താലും ഒറ്റ കാര്യത്തിൽ മാത്രം നമുക്കൊരു കൺസിഡറേഷൻ കൊടുത്താൽ മതി. നമ്മൾ പ്രസവിച്ച് ആ ഏരിയ മാത്രമേ. പിന്നെ എന്ത് ചെയ്തു എന്നുള്ള വിഷയമുള്ളതല്ല. പ്രസവിച്ച് കഴിഞ്ഞു, അതോടെ ആ സ്പേസ് കഴിഞ്ഞു. പിന്നെ കാരണം അതിനുള്ള ഒരു നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത ജീവിതകാലം തീരാനില്ല. നമ്മളെ കൊണ്ട് ഒരിക്കലും അതിനെ റീപേ ചെയ്യാൻ പറ്റില്ല. സോ അതോടെ അത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നത് എന്തൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാവും, ബഹളം ഉണ്ടാവും, ചില പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് എന്റെ മക്കളെ പ്രസവിച്ചു, അത് കഴിഞ്ഞു, ആ ഏരിയ കഴിഞ്ഞു. അവിടെ പിന്നെ ഒന്നും നോക്കണ്ട. ഇതേ സ്പേസ് ഭർത്താവിനും കൊടുക്കുക. എത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് എല്ലാ ഹെൽപ്പും സഹായത്തിനും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. ബാക്കി ചിലപ്പോൾ അവിടെ വന്നിട്ട് ഫ്രസ്ട്രേഷൻ തീർക്കുന്നുണ്ടാവും, ദേഷ്യം തീർക്കുന്നുണ്ടാവും. രണ്ടുപേരും തീർക്കുന്നുണ്ട്. ഒരാള് മാത്രമല്ല, രണ്ടുപേരും ദേഷ്യപ്പെടുന്നുണ്ട്, രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നുണ്ട്, രണ്ടുപേരും കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, 5 മിനിറ്റ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറി ഒക്കെ പറഞ്ഞത് കെട്ടിപ്പിടിച്ച് അത് ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റിനെയാണ് നമുക്ക് ഉണ്ടാക്കിയത്. അവിടെയാണ് ഈ ഇന്റൻഷനും നമ്മുടെ സെൽഫ് അവയർനെസ് ഒക്കെ വർക്ക്ഔട്ട് ആവുന്നത്. നല്ല രീതിയിൽ സംസാരിക്കണോ, അവയർനെസ് ഉണ്ടാവണം. അല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചെടുത്തൊരു കാര്യമില്ല. നമുക്ക് ഇംഗ്ലീഷിന് സ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ അല്ല ഒരു മാരേജ് സ്പേസിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ആക്റ്റീവ് ലിസണിങ് ഉണ്ടാക്കിയെടുക്കണം. അത് മനസ്സിന് വരേണ്ട ഒരു സാധനം. മറ്റേത് നമുക്ക് മെറ്റീരിയൽസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഒരു സ്പേസ് ഉണ്ട്. രണ്ട് സ്പേസ് ആണ്. ഒന്ന് അവെയർ ആയാൽ മാത്രം ഡെവലപ്പ് ആവുന്ന ഒരു സാധനമാണ് കോൺഫിഡൻസ്. മറ്റേത് മെറ്റീരിയൽസിൽ കോൺഫിഡൻസ് ഉണ്ട്. യെസ്, ഐ ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് ഉണ്ട്. അത് 10 മിനിറ്റ് കൊണ്ട് തീരും ചെയ്യും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഓട്ടോ പൈലറ്റ് മോഡാണ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരികയാണ്. സെൽഫ് അവെയർ ആക്കി മെല്ലെ 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 സ്വാഭാവികതയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സാധനമാണ് കോൺഫിഡൻസ്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കോൺഫിഡൻസ് നിലനിൽക്കുന്നത്. അതൊരിക്കലും ചോരുന്നില്ല. അപ്പൊ ഇതേപോലെ ഇതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് അവെയർ ആക്കി പഠിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഇതാണ് കമ്മ്യൂണിക്കേഷൻ, ആക്റ്റീവ് ലിസണിങ്, ഇന്റൻഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്പേസ് ആണ്. ഈ സ്പേസിന്റെ ഇതൊന്നും അല്ല, ഇതിലൊക്കെ അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു ചെറിയ ടോപ്പിക് ക്യാപ്സൂൾ പോലത്തെ പറയാണ്. നെക്സ്റ്റ് ഏരിയയിലേക്ക് അതും കൂടിയാണ് നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ചെയ്യേണ്ടുള്ളൂ. അതുകൊണ്ട് പറയാൻ സ്റ്റോപ്പ് ചെയ്യാം. കാരണം പോസ്റ്റ് മറൈറ്റലിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന സ്പേസ് നമുക്ക് സ്റ്റഡീസ് പ്രകാരം തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഒന്നാമത്തെ സ്പേസ് ഈഗോ ആണ്. അത് സുപ്പീരിയറിറ്റി ആവാം, ഇൻഫീരിയറിറ്റി ആവാം. ഇൻഫീരിയർ ആയിട്ടുള്ള ഈഗോ ഉണ്ട്, സുപ്പീരിയർ ആയിട്ട് ഈഗോ ഉണ്ട്. ഒരാളെ നന്നാക്കാത്ത ഈഗോ ഉണ്ട്, ഒരാളെ നന്നാക്കുന്ന ഈഗോ ഉണ്ട്. അപ്പോൾ സുപ്പീരിയർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ നല്ലതും ഈ നല്ലതല്ല. ഇതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് സുപ്പീരിയോറിറ്റി. ആ സുപ്പീരിയോറിറ്റി എന്നാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് വാലിഡേഷൻ സീക്കിംഗ് ഉണ്ടാകുന്നത്. എന്നെ വാല്യൂ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, എന്നെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്തെന്നില്ല, എന്റെ ചെയ്തെന്ന കണക്കുകളൊക്കെ പറയുന്നപ്പോഴാണ് കൺസിഡറേഷൻ കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കൺസിഡറേഷൻ കിട്ടുന്നില്ല. എക്സ്പെക്ടേഷൻ ഒരുപാടുണ്ട്, പൊസസീവ് ആവാൻ പറ്റുന്നുണ്ട്. പൊസസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ തന്നെ ഇരിക്കണം, എന്നോട് സംസാരിക്കണം. ഇതൊക്കെ ഭയങ്കര രസമാണോ? അല്ല. കാരണം പൊസസീവ്നെസ് എവിടെ നിന്നാണ് വരുന്നത്? എക്സ്പെക്ടേഷൻ എവിടെ നിന്നാണ് വരുന്നത്? ഈഗോ എങ്ങനെ ഉണ്ടായത്? വാലിഡേഷൻ. ഇങ്ങനെ പോവുകയാണത്. കാരണം നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് എനിക്ക് ചോദിച്ച ഒരാളല്ല. ആ തോട്ട് വരുന്നതോടെ ഈഗോ സ്റ്റാർട്ട് ചെയ്തു. ഇല്ലെങ്കിൽ ഇവളെ ഫാമിലി എനിക്ക് പറ്റുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഇയാളുടെ ഫാമിലി സെറ്റ് അല്ല. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഈഗോന്റെ തുടക്കമാണ്. ഈ ഈഗോന്ന് അതൊക്കെ വരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ അനുഭവിക്കുന്നതൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങ് തുടങ്ങുകയാണ്. അതിനർത്ഥം ഒരു കല്യാണം കഴിച്ചൊരു പെൺകൊച്ച് ഒരു വീട്ടിൽ വന്നിട്ട് ഒന്നും അനുഭവിക്കുന്നില്ല എന്നല്ല. അതൊക്കെ അതിന്റെ അപ്പുറത്തേക്കുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഇതാണ് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈഗോ ആണ്. കാരണം പല കേസുകളും ഫാമിലി ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലും ഈ ഫാമിലി ഒക്കെ വെച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവര് തമ്മിലുണ്ടായ പ്രശ്നം വെറുതെ ഊതി വീർപ്പിച്ച പ്രശ്നത്തിൽ കൊണ്ട് ഫാമിലി ഇൻവോൾവ് ആയപ്പെട്ടതാണ്.
അല്ലാണ്ട് ഫാമിലിന്റെ എല്ലാ ഇൻവോൾവ്മെന്റും കൊണ്ടല്ല ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവുക. അത് ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബ്ലംസും ഫാമിലി ഒരുപാട് കാലത്തിന് ശേഷം ഇൻവോൾവ് ആകപ്പെട്ടതാണ്. അതിങ്ങനെ പോകെ പോകെ ഇൻവോൾവ് ചെയ്തതാണ്. തുടക്കത്തിൽ പ്രശ്നം തുടങ്ങിയതൊക്കെ ഇവരുടെ ലൈഫ് സ്റ്റൈലും ഇവരുടെയൊക്കെ ഒരു ഈഗോ സെൽഫെന്നും ഇവരുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് എന്നൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എന്റെ ഭർത്താവ് ശരിയല്ല, എന്റെ ഭാര്യ ശരിയല്ല, എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരികയെങ്കിലും ഇതൊക്കെ ശരിയല്ലാത്തൊരു മനസ്സും കൊണ്ട് ഞാൻ എവിടുന്ന് തുടങ്ങി എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ഒരാളും കൊടുക്കുന്നില്ല. ഇവരാരും ശരിയല്ല, ഞാൻ മാത്രമേ ശരിയുള്ളൂ. അപ്പൊ ഞാൻ മാത്രം ശരിയുള്ളൂ എന്ന് പറയുന്ന സാധനം എനിക്ക് ഇവിടുന്ന കിട്ടിയത്. ഓക്കെ, ഇവരൊന്നും ശരിയല്ല, അതിന് കാരണങ്ങളുണ്ട്, ഓക്കെ, പക്ഷെ അത് മാന്യമായിട്ട് പറയണം. ഭയങ്കര ദേഷ്യപ്പെട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഭയങ്കര പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് മര്യാദയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ചെയ്യണം. ഇതൊന്നും ഇതിനപ്പുറത്തോട്ട് പോയി മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ഡിപ്രഷൻ വന്നു, ആങ്സൈറ്റി വന്നു, ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ പിന്നെ മെഡിക്കേഷൻസ് വേണം, ട്രീറ്റ്മെന്റ്സ് വേണം, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുവരെ നമുക്ക് ഒരുപാട് സ്പേസുകളുണ്ട് എക്സ്പെർട്ടൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിനാണ് നമുക്ക് ഈ പ്രീ ആൻഡ് പോസ്റ്റ് പ്രീ, പ്രത്യേകിച്ച് പ്രീമറായിട്ട് യൂസ് ചെയ്യേണ്ടത്, അവയർനെസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. കാരണം എക്സ്പെർട്ടൈസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. വലിയ ബുദ്ധി, നമുക്കിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഗൂഗിളിനെ ചോദിക്കുന്നില്ല, ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്നതാണ്, നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ നോളജിനെ ഇന്റലക്ച്വൽ സ്പേസ് നമ്മൾ എപ്പോഴും എക്സ്പെർട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഇമോഷൻസ് കാര്യങ്ങൾ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ള ആളുകൾ ചോദിക്കും കൗൺസിലിംഗ് കേട്ടാൽ തന്നെ എനിക്ക് ഭ്രാന്തില്ലാണ്, അത് ഇപ്പോഴും സ്റ്റിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. കൗൺസിലിംഗ് വേണം, എനിക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ, ഭ്രാന്തിനാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. ജസ്റ്റ് സംസാരിക്കാന്ന് പറഞ്ഞാലോ നോക്കിയെന്നും പറയും, ഇത്രേ ഉള്ളൂ. അപ്പൊ വേർഡാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് പറയാ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യൽ അത്യാവശ്യമാണ്. സോ ഈഗോ ആണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത് ഫാമിലി ഡൈനാമിക്സ്. ഫാമിലി രണ്ടാമത് ഭയങ്കര പ്രശ്നമാണ്. ഫാദർ മദർ, അതായത് മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, പിന്നെ ഈ മദറിലോ ഇവരുടെയൊക്കെ ഫാമിലി, ഡിസ്റ്റന്റ് ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസ്. മദർ ഭയങ്കര പ്രശ്നമാണ്. കാരണം മദറിന്റെ പ്രശ്നം അവിടെ കേൾക്കുന്നത്, മദർ ആൺകുട്ടികളുടെ മാതാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വാലിഡേഷൻ സീക്ക് ചെയ്യും ആൺപിള്ളേരുടെ അടുത്ത്. അതായത് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ സ്വന്തം കുട്ടികളിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്, കൂടുതൽ എന്താണ് വാലിഡേഷൻ അമ്മ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പേസ് ആണാണോ പെണ്ണാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം പെണ്ണല്ല, ആണയോടാണ്. ആൺകുട്ടികളോടാണ് ഈ വാലിഡേഷൻ സീക്ക് ചെയ്യുക. അവരെ മുമ്പിലാണ് കൂടുതൽ അഭിനയിക്കുക. അതങ്ങനെയാണ്, കാരണം അവർക്ക് ഇഷ്ടം. കാരണം കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ കുട്ടികൾ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ കുറെ കളി കളിക്കും. നമ്മൾ പിള്ളേര്, ചെറിയ പിള്ളേര് നമ്മളെ മുമ്പിൽ ഇംപ്രസ് ചെയ്യാൻ കുറെ കളി കളിക്കില്ല. ഇതേപോലെയാണ് ഇച്ചിരി പ്രായമായി കഴിയുന്നതോടെ പിന്നെ ഉമ്മമാര് അല്ലെങ്കിൽ അമ്മമാര് ആൺകുട്ടികളുടെ മുമ്പിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ മരിച്ചും കൂടിയാണെങ്കിൽ ആൺമക്കളോടായിരിക്കും കൂടുതലായിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ആ വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന സമയത്ത് ഭർത്താവ് പഠിപ്പിച്ച് ഈ ആൺകുട്ടി കൃത്യമായിട്ടുള്ള വാലിഡേഷൻ കൊടുത്തിട്ടില്ലെങ്കിലോ അത് തീർക്കാരോടാണെന്നറിയോ? ഭാര്യനോടാ. കാരണം എന്താണ്? അവള് വന്നതിന് ശേഷമാണ് കിട്ടാണ്ടായത്. അവള് വന്നപ്പോ കാരണം പേടിയാണ്. ഇതൊന്നും അവർ ഇന്റൻഷനലി ചെയ്യുന്നതല്ല. നല്ലൊരു ശതമാനം എന്താണ് ഈ പറയുന്ന മദർ ഇൻ ലോസും ഇന്റൻഷനലി ചെയ്യുന്നതല്ല. ഇന്റൻഷനലി ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ നല്ലൊരു ശതമാനം ആൾ ഇന്റൻഷനലി ചെയ്യുന്നതല്ല. ഇവര് ഹസ്ബൻഡിന്റെ, അതായത് ആൺകുട്ടിയുടെ, എന്റെ മകന്റെ വാലിഡേഷനാണ് സീക്ക് ചെയ്യാൻ നോക്കുന്നവര്. അത് കിട്ടുന്നില്ല. അത് കിട്ടാത്തതിന്റെ റീസൺ ഭാര്യയാണ്, ഇവരാണ് തീരുമാനിക്കുകയാണ്, ഊഹിക്കുകയാണ്. അപ്പൊ പിന്നെ ആ ദേഷ്യം ഭാര്യനോട് പോവാണ്, അല്ലെങ്കിൽ ആ ഭാര്യയിൽ നിന്ന് ഇത് അകറ്റാനോ. കാരണം എത്രയോ മദർ ഇൻ ലോ, എത്രയോ കേസുകൾ എനിക്ക് വരാറുണ്ട്. ഹസ്ബൻഡിന് വൈഫിനെ എപ്പോഴും അകറ്റി നിർത്തിക്കൊണ്ടിരിക്കും, സംസാരിക്കാൻ വിടാതിരിക്കുന്നു, അവര് ട്രിപ്പ് പോകാൻ വിടാതിരിക്കുന്നു, പുറത്തോട്ട് ഇറങ്ങാൻ വിടാതിരിക്കുന്നു, പല കാര്യങ്ങൾ. എന്തുകൊണ്ടാ അറിയോ? മകനെ വിട്ടു പോകുന്നൊരു പേടിയാണ്. അത് ഭയങ്കര ഒരു പേടി തന്നെയാണ്. അത് കാരണം വാലിഡേഷൻ സീക്ക് ചെയ്യുന്നത്. കാരണം മകൻ പോയി കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോയി, എന്റെ പ്രായമായി, എന്നെ നോക്കാൻ മകനെ പറ്റുള്ളൂ. അപ്പൊ മകൻ എന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങി. ഇപ്പൊ എന്റെ പെൺമക്കൾ എന്നെ നോക്കൂല, അത് ഉറപ്പാണല്ലോ. അതാണ് ഇവരുടെ ഒരു ചിന്താഗതി. ആ ചിന്തയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, പേടിക്കുന്നത്. അപ്പൊ ആ പേടിയിൽ നിന്നാണ് കൂടുതൽ ആണ് അമ്മമാരും മക്കളെ നമ്മൾ കോഴിക്കുട്ടികളെ പോലെ ഇങ്ങനെ കൂടെ നിർത്തി ആ ചൂട് പറ്റിച്ച് എന്നെ വിടുള്ളൂ, പുറത്തു വിടൂല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫാമിലി ഡൈനാമിക്സ് ഏറ്റവും ഇഷ്യൂസ് വരാറുള്ളത്. മമ്മാസ് ബോയ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ആ അമ്മ പറയുന്ന പോലെ മാത്രം നടക്കുള്ളൂ. അവിടെ ഈ ഭാര്യയ്ക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല. ഭാര്യയ്ക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അമ്മന്റെ സ്പേസ് കളഞ്ഞിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുക, അങ്ങനെയല്ല. എന്നാ ഭാര്യയുടെ സ്പേസ് കളഞ്ഞിട്ട് അമ്മക്ക് മാത്രം സ്പേസ് കൊടുക്കുക, അങ്ങനെയല്ല. ബാലൻസ് ചെയ്യാൻ പറ്റണം. ബാലൻസ് ചെയ്യുന്നിടത്ത് ആണുങ്ങൾ നല്ലോണം പ്രിപ്പറേഷൻ വേണം. നല്ല പണിയാണ്, ചെറിയ പണിയൊന്നുമല്ല. രണ്ടുപേരും ബാലൻസ് ചെയ്യുക എന്നുള്ളത് ആണുകൾ വേറെ രീതിയിൽ ട്രെയിൻ ചെയ്യണം. കാരണം നമ്മൾ ബിസിനസ്, നമ്മൾ പാർട്ട്നേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, ആ ബാലൻസിങ് സിസ്റ്റം വെച്ചിട്ട് വീട്ടിൽ ഈ ബാലൻസിങ് സിസ്റ്റം കൊണ്ടുവരണം. അത് ഭയങ്കര പാടാ.
അതുകൊണ്ടാണ് ആണിനെ എന്ത് ചെയ്ത് വെച്ചിട്ട് കുറച്ചൊക്കെ ഉത്തരവാദിത്തം കൊടുക്കാൻ തീരുമാനിച്ചത്. ആണിന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഇത് ബാലൻസ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഇത് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ മാറുക, സ്വന്തമായിട്ട്. കാരണം സ്വന്തമായിട്ട് മാറാന്നൊക്കെ ഒരു തീരുമാനം പറഞ്ഞെങ്കിൽ അതനുസരിച്ച് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വീട് മാറുക. പിന്നെ അസുഖമുള്ള കുറെ ചോദ്യങ്ങളുണ്ട് അവിടെയൊക്കെ. അങ്ങനെ വീട്ടിൽ എങ്ങനെ മാറാൻ പറ്റും? അസുഖമുള്ള അമ്മയാണ്, അച്ഛനാണ്, ഇവരാരും നോക്കും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിൽ ഇമോഷൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ സൊല്യൂഷൻസ് ഇല്ല. അവിടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒറ്റ സാധനമേ ഉള്ളൂ: സെൽഫ് അവെയർഡ് ആക്കി കൊടുക്കുക, ബോധം ഉണ്ടാക്കി കൊടുക്കുക, തീരുമാനങ്ങൾ നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കുക, ആണിനും പെണ്ണിനും ഓരോ വാല്യൂസ് കൊടുക്കുക. അത് വീട്ടുകാർ കൊടുക്കണം, അങ്ങനെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ എത്രയോ അമ്മമാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മാതാപിതാക്കൾ ഞാൻ സംസാരിക്കാറുണ്ട്. കാരണം അവർക്ക് ബോധ്യം കൊടുക്കാണ്ട് ഒരു രക്ഷയില്ല. എല്ലായിടത്തും അവർക്ക് അത് മനസ്സിലാവില്ല, മനസ്സിലാവാത്തവരും ഉണ്ടാവും. പക്ഷെ എന്നാലും പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ പറയാ എന്നുള്ളൊരു പോയിന്റ് വരുമ്പോൾ പിന്നെ ഓക്കെ, ഇനിയിപ്പോ ഞാനായിട്ട് നിങ്ങളെ കുടുംബം നല്ലതാക്കില്ല എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. സോ ഞാൻ പറയുന്നത് ഫാമിലി ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്റൻഷൻസ് ഒക്കെ കറക്റ്റ് ആക്കി കൊടുത്ത് പാരന്റൽ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾ ജനിക്കുന്ന മുതൽ പിന്നെ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസസ്, ഈ കുഞ്ഞ് ജനിച്ച് അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇവരൊക്കെ വളർന്നതിലൂടെ ഈ വളരുമ്പോൾ കിട്ടുന്ന കുറെ ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഇതനുസരിച്ചാണ് ഇവർ വളരുന്നതും ഇതനുസരിച്ചാണ് ഇവർ പിന്നെ നാളെ കല്യാണം കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത്. പ്രീ മാരൈറ്റിൽ നമ്മൾ നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആ സൊസൈറ്റിന്റെ നോംസ് വെച്ചിട്ടല്ല നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടത്. അവിടെ സംസാരിക്കണം, പാരന്റ്സിനോട് സംസാരിക്കണം, കുട്ടിയോട് സംസാരിക്കണം. അവർക്ക് എല്ലാവർക്കും അറിയാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അത് അറിഞ്ഞ് മനസ്സിലാവും, അവരുടെ ചോദ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റണം. ഒരാളിപ്പോ വീടിന്റെ എത്ര എത്ര സെന്റ് ഭൂമിയിലാണ് ഈ വീട് കിടക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാളുടെ നോട്ട് എങ്ങോട്ടാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. പാരന്റ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ പാരന്റ്സ് കോൺഷ്യസ് ആയിരിക്കണം. എന്റെ മകളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന വീടുകാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കോൺഷ്യസ് ആയിരിക്കണം. ആ കോൺഷ്യസ്നെസ് മാതാപിതാക്കൾ കൊടുക്കണം. ശരിക്കും പ്രീമറൈറ്റൽ എന്ന് പറയുന്ന രണ്ട് സ്പേസ്, പാരന്റ്സിനും ഒരു ക്ലാസ് കൊടുക്കണം, കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേർക്കും ക്ലാസ് കൊടുക്കണം. കാരണം ഇത് രണ്ടുപേരും ഒരുമിച്ച്, എല്ലാവരും കൂടെ ഒരു കുടുംബം എല്ലാവരും ഒരുമിച്ച് എടുക്കുന്ന തീരുമാനമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇത് മനസ്സിലാക്കാൻ നിർബന്ധമാണ്. മനസ്സിലാക്കിയെടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും അതിൽ വരുന്ന കുറെ ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താ വെച്ചാൽ ഓക്കെ, അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ്സ് ആട്ടോ. അതും കൂടെ ഇതിന്റെ ഇടയിലൊന്ന് ആഡ് ചെയ്യുന്നു. നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, സംസാരിക്കണം ഒക്കെ പറഞ്ഞെടുത്ത്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ, അറ്റാച്ച്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ട് തിരിച്ച് സ്നേഹം കിട്ടാതിരിക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നു, എനിക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല. ഈ ഒരു പോയിന്റിലാണ് എല്ലാവരും ഒന്ന് സ്റ്റക്ക് ആയി കിടക്കുക. അപ്പൊ ഇവിടെ അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ ഇതിന് അറ്റാച്ച്മെന്റ്, ഓവർ കൺസേൺ എന്നാ പറയുന്നത്. അതായത് സ്നേഹത്തെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്നേഹത്തെ മാത്രം സ്നേഹിക്കാൻ മാത്രം, എല്ലാവരോടും പ്ലീസിങ് ക്യാരക്ടറായിട്ട്, എവിടെ പോയിട്ട് നല്ല കുട്ടിയായിട്ട് ചമയാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും. ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു മൈഗ്രേഷൻ പാർട്ണറാണ്. നിങ്ങളൊരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. ആണിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് തന്നെയാണ്. ഇപ്പൊ കണ്ണൂർ സൈഡൊക്കെ അല്ലാത്ത ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടി ആണിന്റെ വീട്ടിലായിട്ടാണ് വരുന്നത്. നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് അവിടെ നമ്മൾ റൂൾ ചെയ്യണം, അതങ്ങനെ ചെയ്യരുത്, ആ കസാരയിൽ ഇരിക്കരുത്, അവിടെ ഈ സമയത്ത് ഇത് ചെയ്യണം, ആ സമയത്ത് അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടൂല. ഇതേ അവസ്ഥ പെൺകുട്ടികൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പേസ് അവർ കൊടുക്കാൻ അവർക്ക് സ്ട്രേഞ്ച് ഫീലാണ്. അത് പ്രത്യേക ഭർത്താക്കന്മാര് അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കുന്ന ആൺകുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന ഒരു സ്പേസ് എന്താ വെച്ചാൽ, കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി വീട്ടിലോട്ട് വരുമ്പോൾ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുക്കള എവിടെയെന്നോ ബാത്റൂം എവിടെയെന്നോ എന്റെ ബെഡ്റൂം ഏതാന്ന് പോലും അറിയില്ല. ഈ ഒരു സ്പേസിലോട്ടാ വേറൊരാളുടെ വീട്ടിലേക്ക് കയറി വരുന്നത്, നമ്മൾ പുതിയ ലോഡ്ജിൽ റൂം എടുക്കുന്ന പോലെ. അപ്പൊ ഇവിടെ എന്താ ഏതാന്ന് അറിയില്ല, ഒക്കെ ഒന്ന് പോയി നോക്കും നമ്മൾ. പക്ഷെ കല്യാണം കഴിച്ച വീട്ടിൽ ഈ പെൺകുട്ടി കയറിയിട്ട് നേരെ ബെഡ്റൂമിലേക്ക് ആയിട്ട് വേറെ എവിടെയും കാണിക്കുന്നില്ല. കാരണം അവിടെ ഇരിക്കും കുറച്ച് നേരം. കാരണം അവിടെ അപ്പയ്ക്ക് സ്ട്രെസ് വരികയാണ്. ആ സ്ട്രെസ്സിൽ സ്ട്രേഞ്ച് ഫീൽ ആയി പെൺകുട്ടിക്ക് വരുന്നത്. ആകെ അറിയാവുന്നത് ചിലപ്പോൾ ഈ ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളെയൊക്കെ അത് കുറച്ച് ദിവസം മുമ്പ്, അറേഞ്ച് മാരേജ് ആണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് കണ്ടായിരിക്കും, ലവ് മാരേജ് ആണെങ്കിൽ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ടാവും. ഇയാളെ മാത്രമേ പരിചയമുള്ളൂ, വേറെ ഒരു മനുഷ്യന് പരിചയമില്ല. അപ്പൊ എല്ലാവരും വന്ന് ചിരിച്ചു പോകുന്നുണ്ട്, എല്ലാവരോടും ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ആളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇംപ്രഷൻസ്, അവിടെ ആളുകൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് ഇമേജ് ആയിട്ട് ആ വീടും വീട്ടുകാരെയും പറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് നമ്മൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് വരെ കുട്ടിക്ക് കോഗ്നിഷൻ ഇല്ല. അത് ആ കുട്ടിയുടെ ബ്രെയിനിന്റെ ന്യൂറോൺസ്, അതായത് ചെറിയ ചെറിയ ന്യൂറോൺസിലുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന സമയമാണത്.
ഈ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ലവ് ആൻഡ് കെയർ ആ കൊടുക്കേണ്ടത്. അവിടെ അടിയും പിടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് ആ രീതിയിലുള്ള കണക്ഷൻസ് ആണ് ബിൽഡ് ചെയ്യുക. ലവ് കെയർ ബിൽഡ് ചെയ്ത് കൊടുത്താൽ കുട്ടിക്ക് ആ ഇമേജ് ആണ് നമുക്ക് വീട്ടുകാരോടും സൊസൈറ്റിയോടൊക്കെ കുട്ടിക്ക് ഉണ്ടായി വരിക. അതൊക്കെ ആ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഞാൻ വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടിയോട് ആദ്യം കൊടുക്കേണ്ടത്. ചില കേസിലൊക്കെ കേട്ടിട്ടുണ്ട്, വീട്ടിലേക്ക് കയറി വന്ന് അന്ന് രാത്രി ഞാൻ ചൂലൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, പേടിച്ചു വരിക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് ആ ഒരു പെൺകൊച്ചിനുണ്ടായ ഇമേജ് എന്തായിരിക്കും വീടിനോട്? കുറെ കേസ്, ഒരുപാട് കേസുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ആ ഹസ്ബൻഡിനോട് ഞാൻ ചോദിക്കും, ഇപ്പൊ നിനക്കാണ് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ തന്നാൽ നീ പോയി പണിയെടുക്കുന്നു. കാരണം അത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ ആ ഒരു പെൺകുട്ടി എത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണണം, അത് കാണണം, നിർബന്ധമാണ്. കാരണം ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ച, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അപ്പുറം ഇപ്പൊ അറിയാം. ഈ പെൺകൊച്ചിനെ മാത്രം ആർക്കും അറിയാം, ആരും അറിയാത്തത്. അവൾ ഒറ്റപ്പെട്ടിരിക്കുക. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പോയിന്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെ പറ്റി നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അവിടെ എന്ത് ബഹളം ഉണ്ടായി കഴിഞ്ഞാലും നല്ലതാക്കാനേ അവൾ നോക്കുള്ളൂ. പക്ഷെ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത ഇമേജ്, ഈ കുട്ടിക്ക് 3 വയസ്സ് വരെ കൊടുത്തത് ഫുള്ള് ഫൈറ്റും അടിയും പിച്ചും നുള്ളലും ഒക്കെ ആണെങ്കിൽ ആ കുട്ടി 3 വയസ്സ് കഴിയുന്നതോടെ കുട്ടിയുടെ ആ ഒരു കണക്ഷൻസ് ഒക്കെ ഫില്ലായി, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ കഴിയുമ്പോൾ കുട്ടിയുടെ ബിലീഫ് സിസ്റ്റം എന്താ അറിയോ, ഇവരൊന്നും ശരിയില്ല എന്നുള്ളതാണ്. കുട്ടിക്ക് പിന്നെ ചിന്തിക്കാൻ തുടങ്ങണം. കുട്ടി ആ ഒരു ഇത്രയും കാലം കിട്ടിയ ഇൻഫോർമേഷൻസ് വെച്ചാൽ കുട്ടി ചിന്തിക്കണത്. പിന്നെ ആ കുട്ടിക്ക് പിന്നെ ഒരു തരത്തിലും ആരും വിശ്വസിക്കാൻ കഴിയൂല. ഇതേപോലെയാണ് ഈ പെൺകുട്ടി ആദ്യം. കാരണം നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ ബ്രെയിൻ എടുക്കുന്ന ഫസ്റ്റ് ഇംപ്രഷൻ എടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് നമുക്ക് നല്ലതാണെങ്കിൽ നമ്മൾ പിന്നെ അതിന് ശേഷം നടക്കുന്ന എന്ത് മോശമാണെങ്കിൽ നമുക്ക് അതിന് മാനേജ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ കിട്ടുന്ന നെഗറ്റീവാണ്, നമ്മുടെ ഉള്ളിലൊക്കെ വരും. ഫസ്റ്റ് ബിലീഫാണ് അത്. എല്ലാവരുടെ ഉള്ളിൽ കൃത്യമായിട്ടൊരു ബിലീഫാണ്. ഫസ്റ്റ് അടി തെറ്റിയാൽ പിന്നെ ആനയും കൂടും. ഒടുക്കുന്നതാണ്, തുടക്കം തെറ്റിയാൽ ഒടുക്കം തെറ്റും. അത് ബിലീഫാണ്. അപ്പൊ തുടക്കം തെറ്റിക്കാണ്ടിരിക്കാൻ നമ്മൾ നോക്കുന്നതാണ്. അത് മൈഗ്രേഷൻ പാടില്ല. അവിടെ ഹസ്ബൻഡ് നന്നായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്തില്ലേ, ഹസ്ബൻഡ് നിർബന്ധമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല, കൂടെ ഇരിക്കണം, എന്തായതാന്ന് ചോദിക്കണം. ഇപ്പൊ പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ കൂടെ ഇരിക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് വീട്ടിൽ പോയി വരിക. ഒരു ഹോം സിക്നസ് ഉണ്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഒരു കുറച്ച് ദിവസം ഹെൽപ്പ് ചെയ്താൽ മതി. മെല്ലെ മെല്ലെ അതിങ്ങനെ പോകും. പിന്നെ വീട്ടിലേക്ക് പോകണ വെച്ചാൽ പിന്നെ പോവില്ല. മറ്റേത് അങ്ങനെയല്ല, പോവണം എന്നുള്ളത് ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനോട് ചോദിക്കാൻ പോകില്ല. അപ്പൊ ഇതെല്ലാരോടും പെർമിഷൻ ചോദിക്കണം. അത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. നമുക്കത് പ്രത്യേകിച്ച് ആണുങ്ങൾക്കൊക്കെ എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല. ഞാനൊക്കെ ഹോസ്റ്റലിൽ പഠിച്ചതാണ്. ഞാനൊക്കെ ഹോസ്റ്റലിലേക്ക് ലീവ് കിട്ടണമെങ്കിൽ 10-15 പേരോട് ലീവിന്റെ അപ്ലിക്കേഷൻ കൊടുക്കണം. ഇതൊക്കെ എത്രത്തോളം ദേഷ്യമുള്ള കാര്യമാണെന്നുള്ളത് നമുക്കറിയാം. ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കാം, വീട്ടില് ഒരു 10-20 പേരോട്, സ്വന്തം വീട്ടില് അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ പോരാ, അപ്പുറത്ത് നടക്കുന്ന അയൽവാസിനോട് വരെ ചോദിക്കേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. തമാശയല്ല കേട്ടോ. അതൊക്കെ അയൽവാസി ഉദ്ദേശിച്ചത് കുടുംബത്തിൽ തന്നെ പെട്ട ആൾക്കാരായിരിക്കും. അവരടുത്തൊക്കെ പോയിട്ട് അനുവാദം ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അത്രത്തോളം ടോക്സിക് ആയ ഫാമിലിന്ന് വരെ ഇങ്ങനത്തെ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു കൃത്യമായ രീതിയിൽ നമ്മളൊരു SOP ക്രിയേറ്റ് ചെയ്യാന്ന് ഞാൻ പറയുന്നത്. ഒരു SOP വേണം ഇതിനൊക്കെ. കല്യാണം കഴിച്ച് വരുന്ന പെൺകുച്ചിനെ എങ്ങനെ വീട്ടുകാർ നോക്കണം, എന്റെ SOP വേണം. ഈ കുട്ടി അവരെങ്ങനെ നോക്കണം, അത് രണ്ടാമത്തെ കാര്യമാണ്. വീട്ടുകാരെ നന്നായാൽ പോരാ, ഈ പെൺകുട്ടി നന്നാവണം. ഇനി അവളെങ്ങനെ വീട്ടുകാരെ കാണാം, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട, അതിനൊരു SOP ഉണ്ടാവണം. ഭർത്താവ് ഭാര്യയെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, കൂടെ ഇരുന്നാൽ മതി. ഒന്നും ചെയ്യണ്ട, ഒന്നും മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കൂടെ ഇരിക്കുക. ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അത് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാനും അന്താശ്ശേരി കളിക്കാനൊന്നും പോകണ്ട. ജസ്റ്റ് അവിടെ ഇരിക്കുക, ഇവിടെ ഉണ്ട്, കൂടെ തന്നെ ഉണ്ട്. ഈ വാക്കുകളൊക്കെ ആവശ്യമുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഈ അറ്റാച്ച്മെന്റ്സ് നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വേണം. ഇല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലവ്, സ്നേഹത്തിനോട് മാത്രമല്ല അറ്റാച്ച്മെന്റ്. നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടോ, അറ്റാച്ച്മെന്റിലോട്ടാണ് പോകുന്നത്. വെറുപ്പാണ് തോന്നുന്നത്, നമ്മൾ ആ ഇംപ്രഷൻ വെറുപ്പിലോട്ടാണ് എത്തിച്ചത്. അറ്റാച്ച്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടികളാണ് എല്ലാ ഫാമിലിന്റെയും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? നോക്കിയാൽ ഒരു പ്രശ്നത്തിന്റെ ഒരു ഫാമിലി കപ്പിൾ കൗൺസിലിംഗ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ പെണ്ണാണല്ലോ പ്രശ്നക്കാരി എപ്പോഴും മിക്കവാറും. അത് എന്തോ നോക്കിയാൽ മതി. അത് ആ വീട്ടിന്റെ മൊത്തം സാഹചര്യങ്ങളും ഈ ഈ പെൺകുട്ടി ഇതിനൊക്കെ എങ്ങനെയാണ് പെർസീവ് ചെയ്തത് നോക്കിയാൽ മതി. ആ പെർസീവ് ചെയ്ത സ്പേസ് നല്ലതല്ല. ഏതൊക്കെയോ സിറ്റുവേഷനിൽ ഇമോഷണലായിട്ട് വീക്ക് ആയ സമയത്ത് ഈ കുട്ടിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തുടക്കത്തിലേ കിട്ടിയിട്ടില്ല, സ്വന്തം വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കും. കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാക്കും, പ്രതികരിക്കാനല്ലേ അറിയുള്ളൂ, പ്രതിഷേധിക്കാനല്ലേ അറിയുള്ളൂ. ആരോട് പറയാനേ? ആ വീട്ടിൽ ആരോടാ പറയാ? കാരണം അവള് ഒറ്റയ്ക്ക് വന്നതല്ലേ, അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഈ സ്പേസ് കാണണം. സ്വന്തം വീട്ടിലും വാല്യൂ ഇല്ല, കാരണം കല്യാണം കഴിച്ച് വിട്ടാ കഴിഞ്ഞ്. ഇവിടെ അടുത്ത വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പുറത്തുനിന്ന് വന്ന ഒരാളായി മാറി. ഇത് രണ്ടും ഇവിടെ ആ ഒരു സ്പേസ് കൊടുക്കാൻ ആകെ അർഹനായിട്ടുള്ള ഒരാൾ ഭർത്താവാണ്. വേറെ ആരും, ബാക്കിയുള്ളവർ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ അവരുടെ സാഹചര്യങ്ങളാണ്, അവരുടെ അറിവില്ലായ്മയാണ്, അവരുടെ ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നങ്ങളാണ്. അതൊക്കെ നമുക്ക് അങ്ങനെ വിടാം. ഭർത്താവ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് മണ്ടത്തില്ല. ഭർത്താവ് അങ്ങനെ പറയാൻ പാടില്ല, ഭർത്താവ് കൂടുന്നില്ല.
അപ്പൊ ഭാര്യ ഭർത്താവ് എത്രത്തോളം ഹാപ്പി ആണോ അത്രത്തോളം ഭാര്യ ഹാപ്പി ആകും, മെല്ലെ മെല്ലെ. അതിന്റെ അടുത്ത് അവിടെ ഒരു പ്രശ്നമല്ല, ഭയങ്കര സ്നേഹമായിരിക്കും, ഒന്നുമില്ല, പ്രശ്നങ്ങളുണ്ടാവും, അടിയുണ്ടാവും, ബഹളം ഉണ്ടാവും, ഇവിടെ രണ്ടുപേർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സ്പേസ് നിർബന്ധമാണ്. അതിന്റെ അർത്ഥം എന്താണ്, ഈ ഒരു ഫാമിലി ഡൈനാമിക്സും അറ്റാച്ച്മെന്റ്സും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ഏത് വിഷയത്തിലാണെങ്കിലും ഈ പറഞ്ഞ എന്ത് കാര്യങ്ങളിലും ഇതിന് ട്രീറ്റ് ചെയ്യുന്നത്, ഹീൽ ചെയ്യുന്നത് ഇന്നർ ചൈൽഡ് ആണ്. ഇന്നർ ചൈൽഡ് എന്ന് പറയുമ്പോൾ എല്ലാത്ത ഇന്നർ ചൈൽഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഉത്തരം കിട്ടൂല. കിട്ടണമെങ്കിൽ നമ്മൾ ആ റൂട്ടിലൂടെ തന്നെ പോകണം. ഓരോന്ന് കേട്ട് 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 നല്ല ഒബ്സർവേഷനിലൂടെ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള ബിലീഫ് എന്തൊക്കെയാണെന്നും അത് എവിടുന്നാണ് ഇവർ കൺസീവ് ചെയ്തതെന്നുള്ളതും എന്ത് തരത്തിലുള്ള പെർസെപ്ഷനിലാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മനുഷ്യന്മാരെ കാണേണ്ടത്. ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊന്നും നിങ്ങൾ കാണരുത്. ആണിനെയും പെണ്ണിനെയും നിങ്ങൾ കാണരുത്. ആരെയും കാണാൻ പാടില്ല. നമുക്ക് മനുഷ്യന്മാരാണ്. ഞാനും മനുഷ്യനാണ്, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വേറൊരു മനുഷ്യനാണ്. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ. അവിടെ ജാതിയില്ല, മതമില്ല, പെണ്ണല്ല, ആണാണോ, ഒന്നുമില്ല, ഒരു സാധനം. അത് എത്ര ക്വാളിറ്റി ഉള്ളതാണ്, എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, തീരെ വിവരമില്ലാത്ത ഒരാളൊന്നുമില്ല. ഞാനൊരു മനുഷ്യനാണ്, അയാൾ ഒരു മനുഷ്യനാണ്. എന്റെ മുമ്പ് നിൽക്കുന്ന എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പൊ മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരു ബി എ ഹ്യൂമൻ എന്ന് ഞാൻ പറയും. എന്റെ ഒരു മെയിൻ ടോപ്പിക്കാണ്. ഒരു ബി എ ചൈൽഡ് ആൻഡ് ബി എ ഹ്യൂമൻ. ഒരു മനുഷ്യനാവുക, ഒരു കുട്ടിയാവുക, ഇത്ര മതി. നമ്മൾ നല്ലൊരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാൻ ഈ രണ്ട് കാര്യം നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഒരു കുട്ടിയാവുന്നതോടെ നമ്മൾ നിഷ്കളങ്കതയിലൊക്കെ പോകുന്നത്, ഭയങ്കര ഈസി ആയിട്ടോട്ട് പോകും. നമുക്ക് എല്ലാവരോടും പോസിറ്റീവ് ബിലീഫ് ഉണ്ടാവും, പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മനുഷ്യനാവുക എന്ന് പറയുന്നതോടെ നമ്മൾ ഈ ദയ, കാര്യമുണ്ട്, നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇത് രണ്ടും തെറ്റിയിട്ട് ജീവിതത്തെ മെറ്റീരിയൽസിക് വേൾഡിന്റെ റോൾസിനെ നമ്മൾ വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയി പോകും. ഞാൻ ഡോക്ടറാണ്, ഞാൻ ഭാര്യ, ഞാൻ നല്ല ഭാര്യയാവാൻ നോക്കും, ഞാൻ നല്ല ഭർത്താവാൻ നോക്കും, ഞാൻ നല്ല അച്ഛനാവാൻ നോക്കും. ഒന്നാക്കരുത്. ഞാൻ നല്ല മനുഷ്യനാവാൻ നോക്കും. ഒറ്റ പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഞാൻ നല്ല മനുഷ്യനാവാൻ നോക്കുക. ബാക്കിയുള്ള എല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നു. നല്ല ഭർത്താവാൻ നോക്കും, തെറ്റും. ആൾക്ക് എല്ലാം തെറ്റും, കയ്യിൽ നിന്നെല്ലാം പോകും. കാരണം നമ്മൾ വിചാരിച്ച നല്ല ഭർത്താവല്ല എന്റെ ഭാര്യയുടെ നല്ല ഭർത്താവ്. ഞാൻ പെർസീവ് ചെയ്ത നല്ല ഭർത്താവിന്റെ ഒരു ഇമേജ് ഉണ്ടാവും. എന്റെ ഭാര്യക്ക് നല്ല ഭർത്താവ് അങ്ങനെയല്ല. അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ എന്ത്, ഞാൻ ഭയങ്കര നല്ല ഭർത്താവാണ്, എവിടെയെങ്കിലും അടി ഉണ്ടാവുമ്പോഴേക്കരുത്, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ ഞാൻ അത്രയും കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഇത്രയും ചെയ്തു കൊടുക്കുന്നത് ശരിയായിട്ടില്ലേ. കാരണം നമ്മുടെ ഉള്ളിൽ എന്തൊരു ഇമേജ്, ഞാൻ നല്ല ഭർത്താവാണെന്നാണ്. അത് എന്റെ പെർസെപ്ഷൻ. അവളുടെ പെർസെപ്ഷനുള്ള നല്ല ഭർത്താവ് വേറെയാണ്. അവള് കണ്ട ലോകം ഡിഫറെന്റ് ആണ്. അവള് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ കണ്ട ഭർത്താവ് വേറെയാണ്, ഞാനല്ല. അപ്പൊ ഇതിനൊക്കെ നല്ല മനുഷ്യനാവുമ്പോ പിന്നെ വേറെ നമുക്ക് കാണുന്നൊക്കെ വേറെ മനുഷ്യന്മാർ. അത് എന്റെ കെട്ടിയോളും അതും തമ്മിൽ ബന്ധമല്ല, എന്റെ കെട്ടിയോളും അതും തമ്മിൽ ബന്ധമല്ല. കനക്ക് വെവ്വേറെ മനുഷ്യന്മാരല്ലേ. ഇതെല്ലാം ഒന്നാ. ഭർത്താവ് എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നായിപ്പോ, ഒരു കൂട്ടം ഓഫ് ഭർത്താവ്. അപ്പൊ ഒന്നൊന്നിനെ കമ്പയർ ചെയ്യും. ഭാര്യ എന്ന് പറയുമ്പോൾ എല്ലാ ഭാര്യമാരാണ്. എന്റെ കെട്ടിയോളും ഭാര്യയാണ്, എന്റെ സുഹൃത്തിന്റെ കെട്ടിയോളും ഭാര്യയാണ്, ഞാൻ കാണുന്ന പെണ്ണുങ്ങളെല്ലാം ഭാര്യമാരാണ്. അപ്പൊ എല്ലാ ഭാര്യമാരെയും കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് വേറെ മനുഷ്യൻ, മറ്റേത് വേറെ മനുഷ്യൻ. ഇത് മനുഷ്യന്മാരാകുമ്പോൾ ഇതൊക്കെ വ്യത്യാസം. ഇങ്ങനെ മനുഷ്യനായിട്ട് കാണാൻ തുടങ്ങുന്ന സ്പേസ് എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനൊക്കെ തിരിച്ചറിയാൻ പറ്റുക, അവെയർ ആക്കി എടുക്കാൻ പറ്റുക. ഓക്കെ, സോ താങ്ക് യു. ഇത്രയും കാര്യമാണ് ഇപ്പൊ ഇന്ന് ജസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലുമൊക്കെ ചോദിക്കാണെങ്കിൽ ചോദിക്കട്ടോ. എല്ലാ ടോപ്പിക്കും പൊതുവെ ഉള്ള കുറച്ച് ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ ഓരോന്ന് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്ത് പോകേണ്ട കാര്യമാണ്. എന്നാലേ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചോദിക്കാണെങ്കിൽ ചോദിക്കാം. ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. പിന്നെ സൗദി അറേബ്യയിൽ നിന്നാണ്, AGC-യുടെ മെമ്പറാണ്. ഓക്കെ, 1 മണിക്കൂറിനുള്ളിൽ വളരെ വിശാലമായ ഒരു ടോപ്പിക്കിന് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തന്നതിന് ആദ്യമായി ഒരു നന്ദി അറിയിക്കാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പ്രീ മാരിറ്റൽ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ ആയിട്ടുള്ള എല്ലാ ഏരിയകളും ഇന്ന് നമ്മളെ നാട്ടിൽ നടക്കുന്ന കുടുംബജീവിതത്തിൽ നടക്കുന്ന അപജയങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. വളരെ നന്ദിയുണ്ട്. പക്ഷേ ഇതിനകത്ത് പോസ്റ്റ് മെരിറ്റൽ ആൻഡ് പ്രീ മെരിറ്റൽ പിന്നെ കൗൺസിലിംഗ് ഇതിന്റെ എല്ലാ കാര്യം വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ടൈമിൽ തന്നെ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബുക്കിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ വിഷയത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനകത്തൊരു വലിയൊരു ആറ്റം ബോംബിനെ ഡോക്ടർ ഒന്ന് ഹിന്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ആറ്റം ബോംബ് ഉണ്ടായിരുന്നു. ആ ആറ്റം ബോംബ് എന്ന് പറയുന്നത് ഡോക്ടറിന് അറിയാം, മനസ്സിലായിട്ടുണ്ടാവും, ഗാമഫോബിയ ആണ്. ആ ഗാമഫോബിയെ കുറിച്ച് കൂടുതലും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് ഗാമഫോബിയയ്ക്ക് ശേഷം ഡോക്ടർ ഒരു സെന്റൻസ് പറഞ്ഞു, മാരേജ് ഈസ് ആൻ എക്സ്പാൻഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു. ഇവിടെയാണ് യഥാർത്ഥത്തില് ഈ ഗാമഫോബിയ ഇമ്പാക്ട് ആവുന്നത് നമ്മുടെ ആ എക്സ്പാൻഷൻ ഓഫ് ലൈഫിൽ നിന്ന് എക്സ്പാൻഷൻ ഓഫ് അവർ സൊസൈറ്റി,
എക്സ്പാൻഷൻ ഓഫ് കൺട്രി, ഇതിനെല്ലാം ഈ ഗാമോഫോബിയ തകർക്കും എന്നുള്ളതാണ് ഈ റീസെന്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പം എനിക്ക് ഡോക്ടറിൽ നിന്ന് അറിയേണ്ടത്, ഈ ഗാമോഫോബിയ എന്ന് പറയുന്ന ഒരു വലിയ ആറ്റം ബോംബാണ്, ഒരു ദുരന്തമാണ്. ഇതിനെ തടയാനായിട്ട് ആസ് എ സൈക്കോളജിസ്റ്റ് അതല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെയുള്ള മാരിയേജൽ, പോസ്റ്റ് മാരിറ്റൽ ഓർ പ്രീ മാരിറ്റൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടാം. അത് പരിഹരിക്കാനായിട്ട് നമുക്ക് സൈക്കോളജിസ്റ്റുകളുണ്ട്, സൈക്കാട്രികളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. പക്ഷേ ഈ ഗാമോഫോബിയ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദുരന്തമാണ്. കാരണം ഒരു രാജ്യത്തിന്റെ പോലും നിലനിൽപ്പ് ഒരു പക്ഷേ ഇല്ലാതാക്കി കളയും. അപ്പൊ അതിനെ പരിഹരിക്കാനായിട്ട് നമുക്കെല്ലാം കൊളാബറേറ്റീവ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഗുഡ്. അതെ, എന്താണ് ശരിക്ക് അതിന്റെ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേടി, ഫിയർ എന്ന് പറയുന്ന കാര്യത്തിനേക്കാളും കൂടുതൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു വേർഡായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഫിയർ അല്ല, പേടിയല്ല, ഉത്കണ്ഠ, എന്താകും എന്നൊരു പേടി. അപ്പൊ കല്യാണം കഴിക്കുന്ന സമയങ്ങളിൽ ഈ പറയുന്ന ഒരു സംഭവം മിക്കവാറും ഈ ഒരു ഡിലേയിങ് ആണ്. അത് കൂടുതലും അവർ കല്യാണം കഴിക്കാൻ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് മിക്കവാറും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്താണ്? ഇപ്പൊ വേണ്ട, പിന്നെ മതി. ഇപ്പൊ വേണ്ട, പിന്നെ മതി. ഇപ്പൊ വേണ്ട, പിന്നെ മതി. കല്യാണം കഴിക്കണ്ട എന്നുള്ള തീരുമാനം ഉള്ളിലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എവിടേക്കോ അവർക്ക് കല്യാണം കഴിക്കണം. കാരണം അവിടെ ഡീപ്പായിട്ട് നമ്മൾ ഇവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളുടെ അടുത്തൊക്കെ ഒന്ന് ഡീപ്പായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അവയർനെസ്, കുറച്ച് ഈ പറയുന്ന സെൽഫ് ഐഡന്റിറ്റീനെ പറ്റിയിട്ടും ഇവരുടെ ഒരു ലൈഫിന്റെ ഒരു സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിപ്പിച്ച് മനസ്സിൽ ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പറയും അവരുടെ ഉള്ളിൽ എന്താണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ബട്ട് പേടിയാണ്. പേടി എന്ന് ഉദ്ദേശിക്കുന്ന വേർഡിനെ അവർക്ക് ലിറ്ററലി പേടിയല്ല, ലിറ്ററലി അവർ ഉദ്ദേശിക്കുന്നത് ഉത്കണ്ഠയാണ്, ആങ്സൈറ്റി ആണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജീവിതത്തിനെ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു എന്താ പറയാ, ഒരു ചിന്ത, ഉത്കണ്ഠമായ ഒബ്സസീവായ തോട്ട്സ് ആണ് അവർക്ക് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ഒറ്റ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് മാത്രമാണ്. വേറെ ഒരു ഓപ്ഷനും ഇല്ല നമുക്കിവിടെ. നമുക്ക് എന്താണ് കൂട്ടമായിട്ട് ഒരു ക്യാമ്പയിൻ ഫോം ചെയ്തിട്ടൊക്കെ ഇങ്ങനെ, കാരണം 2-3 ക്യാമ്പയിനുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എന്റെ നാടുകളിൽ, പല രീതിയിൽ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ജനറൽ ബേസ് ചെയ്തിട്ടുള്ള പല രീതിയിൽ. കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇത് വളരെ വളരെ വ്യാപകമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഒരു ലിബറലിസം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ലിബറലൈസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തുമ്പോൾ, ഞാൻ എന്റെ ശരീരം എന്റെ നോക്കുന്നത് പോലെ എന്നെ ഞാൻ നോക്കിയാൽ പോലെ, മറ്റുള്ളവർ എന്തിനാ കാണുന്നത്? അപ്പൊ ഞാൻ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. ഒരു മനുഷ്യന് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ്ഡ് ആകും, ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്റെ ലൈഫ് കൊണ്ടൊന്ന് ജീവിച്ചാൽ പോലെ, മറ്റുള്ളവർ എന്താ എന്നെ നോക്കുന്നത്? ഇതൊക്കെ ഒരു സോഷ്യൽ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്. ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവരൊക്കെ വിചാരം ഞാനൊരു ദിവസം പൊട്ടിമുളച്ചു എന്നുള്ളതാണ്. അപ്പൊ പൊട്ടിമുളച്ചതല്ല, ഇതൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ വളർന്ന് പന്തലിക്കുമ്പോ മറ്റുള്ളതിനൊക്കെ ഇങ്ങനെ നമ്മളെ ഒരു വള്ളി പോലെയാണ്, മറ്റുള്ളതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അത് പോണത്. മനുഷ്യന്റെ ഒരു സ്വഭാവം അതാണ്, എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരു പോയിന്റിനെ കൃത്യമായിട്ട് അവയർനെസ് കൊടുത്ത് ഓരോ സ്കൂളുകളിലും കോളേജുകളിലും, അതൊരു 20-25 വയസ്സായിട്ടല്ല അവയർനെസ് കൊടുക്കേണ്ടത്, ഫ്രം ഒരു 10-15 വയസ്സ് മുതൽ അവയർനെസ് കൊടുത്തു തുടങ്ങണം. അവര് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ അവയർനെസ് അല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ എന്താണ് ഈ ഒരു സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്, നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഹൂ യു ആർ എന്ന് പറയുന്ന സാധനം, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ഇവർക്ക് ലൈഫിൽ ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻസും നല്ല എയിം ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് വിവാഹം അവരുടെ ഒരു പാറ്റേൺ ആവുകയും വിവാഹം അവരുടെ ഒരു ഭാവമാവുകയും ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട ഇമ്പോർട്ടൻസ് മാത്രം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പോലെ ആയി മാറും. ഒരു സാധനം നിങ്ങൾ ഈ അച്ചാർ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറിനെ മാർക്കറ്റ് ചെയ്യാന്ന് ഏകദേശം മനസ്സിലായി. ചിലപ്പോൾ ആ ഒരു ഹെർബൽ അച്ചാറായിരിക്കും അത് നിങ്ങളുടെ ഹെൽത്തിന് നല്ലതെന്നുള്ള ഉദ്ദേശിച്ചിട്ടായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുന്നത് ആ അച്ചാറിന്റെ മാർക്കറ്റിംഗ് ആണെന്ന്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കല്യാണം ഒരു ടോപ്പിക്കിനെ എടുത്തിട്ട്, ഒരു ഭയങ്കര സൊസൈറ്റിയിൽ ഒരു പ്രശ്നമായിരിക്കുന്ന ടോപ്പിക്കിനെ വെച്ചിട്ട് നമ്മൾ ഈ അവയർനെസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ വരികയാണെന്നുള്ള ബോധ്യത്തിലോട്ട് ആൾക്കാർക്ക് എത്തും. അതുകൊണ്ട് അതിനെപ്പറ്റി എല്ലാം നമ്മൾ കൊടുക്കണം. അവയർനെസ് കൊടുക്കേണ്ടത് സെൽഫിനെ പറ്റിയിട്ടാണ്. മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾ അവയർനെസ് കൊടുക്കുക ദയവ് ചെയ്തിട്ട്. അവിടെ നമുക്ക് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ ഒരിക്കലും ക്ലാസ്സുകളിൽ കുട്ടികൾ ഇങ്ങനെയാണ് വളരേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കരുത്. പാരന്റ്സ് ആണ് വളർത്തുന്നത്, അവർക്കാണ് കുട്ടികൾ വളരേണ്ട രീതി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത്. അത് പാരന്റ്സിനാണ് കൊടുക്കേണ്ടത്. കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത് കുട്ടികളുടെ സെൽഫിനെ മാത്രമാണ്. ഇതേ പറഞ്ഞ പോലെ മനുഷ്യന്മാർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് അവരുടെ സെൽഫാണ്, സെൽഫിന്റെ അറിവുകളാണ്. സെൽഫ് ലേണിംഗ്, ഞാൻ 4 ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് പറയാം. അക്കാഡമിക് ലേണിംഗ് ഉണ്ട്, നാച്ചുറൽ ലേണിംഗ് ഉണ്ട്, സോഷ്യൽ ലേണിംഗ് ഉണ്ട്,
ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നാലാമത്തെ ലേണിംഗ് സെൽഫ് ലേണിംഗ്. ഈ സെൽഫ് ലേണിംഗ് ഇല്ലെങ്കിൽ ഈ മൂന്നിനെ കൊണ്ടൊരു കാര്യമില്ല. അക്കാഡമിക് ലേണിംഗ് നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. സെൽഫ് ലേണിംഗ് ഇല്ലെങ്കിൽ അയാൾ സീറോ ആണ്, ബിഗ് സീറോ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് അറിയാം, നല്ല പഠിപ്പ് വിവരം ഉണ്ടാവും, പക്ഷെ വായിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തികളിലേക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നാച്ചുറലായിട്ട് ഭയങ്കര ബന്ധമായിരിക്കും, ബാക്കി ഒരു വിവരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സൊസൈറ്റിയിലേക്ക് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഒരു വാക്കിന് വിലയില്ലാത്ത ഒരാളായിരിക്കും, പ്രത്യേകിച്ച് നല്ലൊരു ഐഡിയോളജി ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആവും. സെൽഫ് ലേണിംഗ് ഉള്ള ഒരാൾക്ക് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ സെൽഫ് ലേണിംഗ് ആ പഠിച്ചത്. സെൽഫ് ലേണിംഗിന്റെ ബോധ്യം ഉണ്ടായിരുന്നു. സെൽഫ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽഡ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു 1 ഹവറിന്റെ സെൽഫ് അവയർനെസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരു ജേണിയാണ്. സെൽഫ് അവയർനെസ് ഞാൻ പറഞ്ഞത് പ്രോസസ്സാണ്. അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ പ്രായം എത്ര ആയാലും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന പോലെ സെൽഫ് ലേണിംഗ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ വിത്ത് പാകി കൊടുത്താൽ മതി. അവർക്ക് പഠിക്കാനുള്ള രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നവിടെ തന്നെയാണ് അവർ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പഠിപ്പിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് അവെയർ ആകുന്നത്. യെസ്, എനിക്ക് എന്റെ ലൈഫ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എനിക്കൊരു പാർട്ട്ണർ വേണം. അത് ബോധ്യം വരും. അപ്പൊ ഒരു കല്യാണം കഴിച്ചോളൂ. നേരെ വെച്ച് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ആയി മാറും. അതാണ് ആ ഡിഫറൻസ് വരുന്നത്. അപ്പൊ അവയർനെസ് തന്നെ ഉള്ളൂ. അതിന്റെ ഉത്തരം ഇത്രേ ഉള്ളൂ. നമ്മൾ ക്യാമ്പയിൻ ഫോം ചെയ്യുക, അവയർനെസ് കൊടുക്കുക, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അല്ലെങ്കിൽ ഇത്തരം ഞാനിപ്പോ 1-2 പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ കുട്ടികളോട് കുറെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ഞാൻ പറഞ്ഞില്ല, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ ഇൻ ഡീറ്റെയിൽ നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ആൻസൈറ്റി ആണ്. കാരണം അവര് റിയൽ ലൈഫ് ഇൻസിഡൻസ് കാണുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെയും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടിട്ടും, കൂടെ പഠിക്കുന്ന ആളുകളെ കണ്ടിട്ടും, ഈ ഫാമിലി ഇഷ്യൂസ് കണ്ടിട്ടൊക്കെ കണ്ടിട്ടാണ് അവർ ഇരിക്കേണ്ടത്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ്ലി എല്ലാവരും എന്തല്ല ലിബറലൈസ്ഡ് ആയതുകൊണ്ടല്ല. അതൊക്കെ ഇപ്പോഴും ആ ഒരു ഏരിയയിലൂടെ നടന്നു പോകുന്നുണ്ട്. ഇല്ല ഞാൻ പറയുന്നില്ല, അതൊക്കെ നടന്നു പോകുന്നുണ്ട്. അതെല്ലാം ഈ സൊസൈറ്റിയെ ഭയങ്കരമായ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ കേരളത്തിൽ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ പേടിയാണ്. നല്ല രീതിയിൽ ഈ പറയുന്ന ഉത്കണ്ഠയാണ്, ആൻസൈറ്റി ഉള്ളത്. ഈ ആൻസൈറ്റിക്ക് നല്ല രീതിയിൽ അവയർനെസ് കൊടുത്താൽ തന്നെ മെല്ലെ മെല്ലെ അത് ക്ലാരിറ്റി വരും. പക്ഷെ ഇപ്പൊ കൊടുക്കണം. ഈ ഒരു 4-5 വർഷം കൊണ്ടൊക്കെ അത് ഒരു എന്താ പറയാ, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അവിടെ അവയർനെസ് കൊടുത്താലും മാറാത്തൊരു പോയിന്റോട്ട് തരും. ഇത്രയും പെട്ടെന്ന് നല്ല ക്യാമ്പയിനുകൾ തുടങ്ങേണ്ട ടൈം അതിക്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഹലോ സാർ. ഹലോ. ഒരു ഡൗട്ട്. ഓക്കെ, ഇപ്പം പറഞ്ഞല്ലോ നമ്മള് തലമുറക്ക് അവയർനെസ് കൊടുക്കാന്ന്. ആ അവയർനെസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ഒരു സംശയമാണ്, തലമുറക്ക് മാത്രം അവയർനെസ് പോരല്ലോ, ശരിക്കും അവയർനെസ് വേണ്ടത് ഇവിടെ കുടുംബത്തിൽ അവയർനെസ് വേണം. കാരണം അവര് വീണ്ടും കാണും, നമ്മൾ അവയർനെസ് കൊടുത്താലും അവര് വീണ്ടും കാണുന്നത് ഇത് തന്നെയാണ്. കുടുംബത്തിൽ നല്ല കുടുംബങ്ങൾ കണ്ടാൽ മാത്രമേ, സ്നേഹവും അടുപ്പമുള്ള കുടുംബ ബന്ധങ്ങൾ കണ്ടാൽ മാത്രമേ അവർ ഇതിലേക്ക് വീണ്ടും വരും. അല്ലാണ്ട് അവയർനെസ് കിട്ടുന്നതോടൊപ്പം തന്നെ കുടുംബങ്ങളിലും കൂടി അവയർനെസ് കൊടുത്തിട്ടാൽ മാത്രമേ അവർ ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെറും വാക്ക് പറയുന്ന രീതിയിലേക്ക് മാറും ഇത്. തീർച്ചയായും അത് വേണം. തീർച്ചയായിട്ടും അത് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പാരന്റിങ്ങിന്റെ സ്പേസ് ഞാൻ പറഞ്ഞത്. പാരന്റിങ് ഒരു ഇൻഫ്ലുവൻസസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ഇൻഫ്ലുവൻസസ് പാരന്റ്സ് തന്നെ ചേഞ്ച് ചെയ്യണം. പാരന്റ്സ് തന്നെ ആ ഒരു ഇമാജിനേഷൻസും നല്ലൊരു ബോധ്യം, കോൺഷ്യസ്നെസ് കൊടുക്കാന്ന് പറഞ്ഞത്, ഒരു സൂക്ഷ്മത, ലൈഫിൽ ഒരു പർപ്പസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് പാരന്റ്സ് എന്നാണ്, അല്ലെങ്കിൽ ഫ്രം ഹോമാണ്, വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കൽ ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഭയങ്കര പ്രഷറൈസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഒക്കെ ഉണ്ടാകുമ്പോഴേ കുറച്ചെങ്കിലും മനസ്സിലാക്കുള്ളൂ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ഇത് തന്നെയാണ്, വീട്ടുകാർക്കും ഒരുപോലെ തന്നെയാണ്. ക്ലാസ്സുകൾ ഞാൻ എന്റെ സ്റ്റുഡൻസ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമുകളൊക്കെ വരുന്നതൊക്കെ ഞാൻ ചെയ്യാറുള്ളത് പാരന്റ്സ് കൂട്ടി, ഒരു അച്ഛൻ, അമ്മ, ഒരു കുട്ടി, ഇതാണ് ഒരു ടീം. ഇങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുക. കാരണം കുട്ടികൾക്കായിട്ട് ഒരു പ്രോഗ്രാം ഇന്ന് വരെയും ചെയ്തിട്ടില്ല. കുട്ടികളെ നന്നാക്കാൻ നമുക്ക് കൊണ്ട് പറ്റില്ല, കുട്ടികളെ വളർത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാം. അത് ഓട്ടോമാറ്റിക്കലി വളരുന്ന ഒരു സാധനം. നമ്മുടെ മനുഷ്യന്മാരിപ്പോ വളരുന്നതാണ്, വളർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ വളരുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു, അത് ഗൈഡ് ആവുക എന്നുള്ളത്, നല്ലൊരു ഗൈഡായി മാറണം. അത് ഒരു ടൂർ ഗൈഡ് വരുമ്പോൾ, ടൂർ ആളുകൾ വരുമ്പോൾ അവരെങ്ങനെ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലെ അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കില്ല. ഏത് റൂട്ടിലൂടെ പോകണം, എവിടെയാണ് നല്ലതുള്ളത്, ഇവിടെ നല്ലതുണ്ട്, ആ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണമാണ്, ഈ ഹോട്ടലിൽ താമസിച്ചാൽ മതി, ഇവിടെയാണ് നല്ല സ്ഥലം കാണാനുള്ളത് എന്നൊരു ടൂർ ഗൈഡ് പറയുമ്പോൾ അത് അതിനനുസരിച്ച് പോകാൻ ഇവര് ബാധ്യസ്ഥരാവുകയാണ്. കാരണം അവർക്ക് ഇയാൾക്ക് അറിവുണ്ടെന്ന് മനസ്സിലാവും. നേരെ മറിച്ച് ഇയാൾ ഈ പേഴ്സണൽ കാര്യത്തൊക്കെ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ ഇയാളുടെ തട്ടുകയും ചെയ്യും. ഇതേപോലെ നമ്മൾ പാരന്റ്സ് ചെയ്യും. പാരന്റ്സ് പോയിട്ട് അതിക്രമിച്ച ഒരു മനുഷ്യന്റെ പ്രൈവസിയിലോട്ട് പോകാതിരിക്കുക, അവർ ഗൈഡ് ചെയ്യുക.
നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുക. അതിന് കൂടെ പാരന്റ്സും അതുപോലെ ആവണം എന്ന് ഞാൻ പറയാം. ഞാൻ പറയുന്നത് ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പോഴേ എന്റെ മക്കൾ അത് കാണുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുകയും ഞാൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞ് അനുസരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കുട്ടികൾ അനുസരിക്കുന്നില്ല. എന്തിനാ അനുസരിപ്പിക്കുന്നത്? ഞാൻ ചെയ്യേണ്ട നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ കണ്ട് ചെയ്തോളൂല്ലേ. അപ്പൊ ഞാൻ അനുസരിപ്പിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഞാനേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെ ചെയ്യാത്തതുണ്ട്, ഹസ്ബൻഡ് ഒരു വൈഫ്, അപ്പൊ അല്ലെങ്കിൽ മക്കള് അത് കണ്ടുകൊണ്ടിരിക്കും, ഇൻഫ്ലുവൻസ് ആവാൻ സ്പേസ് ഉള്ള ആളുകൾ ചെയ്യുന്നില്ല. അപ്പോ മക്കൾ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പോകും, അവർ അനുസരണം ഉണ്ടാവില്ല. സോ വാട്ട് എവർ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാരന്റ്സിന് കൃത്യമായിട്ട് തന്നെ അവയർനെസ് കൊടുക്കുക അത്യാവശ്യം. യെസ്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലേ? ഒരു 1 hour ക്ലാസ് കൊണ്ട് കിട്ടിയോ കാര്യങ്ങളൊക്കെ? വളരെയധികം യൂസ്ഫുൾ ആയി. ഈ ഒരു ക്ലാസ്സിന്റെ റെക്കോർഡിങ്സും കൂടി ആവശ്യമാണ്. കാരണം അത് ഇവിടെ ഈ ഒരു വിഷയം ഒരിക്കലും ഈ ഒരു കുറഞ്ഞ ആളുകൾ 10-45 ആൾക്കാരെ ഇടയിൽ നിൽക്കേണ്ട ഒരു വിഷയമല്ല. ഇത് മാക്സിമം സ്പ്രെഡ് ചെയ്യേണ്ട വിഷയമാണ്. കാരണം കുറച്ച് അവബോധം പരസ്പരം ആരും പറഞ്ഞാൽ ഇത് വരൂല. ഒരു വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാർ അംഗീകരിക്കൂല. നേരെ തിരിച്ച് പുറമുള്ള ഒരു ക്ലാസ് അവർ കേൾക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. അതെ അതെ, ഇതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ അപ്പൊ ഓക്കെ. നിങ്ങൾ റെക്കോർഡിങ്സ് മാക്സിമം ഷെയർ ചെയ്യാം. ഓരോരുത്തരും ഇതിലുള്ള ഓരോരുത്തരും മാക്സിമം സ്പ്രെഡ് ചെയ്യുക. സ്വന്തം ഫാമിലിയിൽ ഈ ഗ്രൂപ്പിലേക്ക് ആദ്യം ഇടുക. ഇതിൽ നാട്ടിലുള്ളൊക്കെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ആരെങ്കിലും നന്നായാല് അതിന്റെ റബ്ബിന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലം കൂടി നമുക്ക് കിട്ടുക. ഓക്കെ, താങ്ക് യു. യെസ്, ഇനി ആരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്നൊന്ന് ഫീഡ്ബാക്കുകളൊക്കെ പറയാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവൺ? ഓക്കെ, യെസ് ജെറിൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു സർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഷംസ സാർ പറഞ്ഞ പോലെ 1 hour തീർക്കേണ്ട ഒരു ടോപ്പിക് അല്ല, ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. അതിന്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ പിൻ പോയിന്റ് ചെയ്തിട്ട് സാറ് തന്നിട്ടുള്ള ഇൻസൈറ്റ്സ് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. മാം പറഞ്ഞ പോലെ ഇത് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് മതിയായില്ല. ചോദിക്കാനാണെങ്കിലും കുറേ ചോദ്യങ്ങൾ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല. പക്ഷെ ഇനിയും ഇതുപോലെ സാറിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇനിയും ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സെഷൻ. എല്ലാവർക്കും ഇവിടെ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുപോലെ സാറിൻ്റെ റെക്കോർഡിങ്സ് കിട്ടുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ സർ. ഹലോ, വളരെ എനിക്കിതിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞതാണ് ഏറ്റവും വേണമെന്ന് തോന്നിയത്. അതായത് നമ്മൾ റോൾ മോഡൽ ഇല്ലാതെ ആകുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അത് തന്നെയാണ് ഇതിന് കുട്ടികളെ മാത്രം ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രം ആയില്ല. സാർ നേരത്തെ പറഞ്ഞല്ലോ, വരുന്ന രക്ഷിതാക്കളെയാണ് കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ അനുഭവം. ഞാൻ കുറെ മദ്യം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് അങ്ങനെയാണ്. അവർക്കൊരു റോൾ മോഡൽ ഉണ്ടാകുന്നത് വീട്ടിൽ നിന്ന് കാണുന്ന അനുഭവങ്ങൾ. ഞാനും ഇങ്ങനെ ഒരു വിവാഹത്തിന് മുതിരുന്നാൽ അതൊരു ആത്മഹത്യ പ്രവണതയാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ അപ്പൊ രക്ഷിതാക്കളെ തന്നെയാണ് കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതാനും ക്ലാസ് വളരെ ഫലപ്രദമായി. വളരെ സന്തോഷം. ഓക്കെ സർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ സർ? താങ്ക് യു സോ മച്ച്. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.